സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും. Say in a way that you can't hold it. ഇന്ന് നീ ഇല്ല എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. There are many things that you say you don't have today. അതെല്ലാം നീ കുറച്ച് കഴിയുമ്പോൾ പറയും, but after some time you will say, സ്ഥലമില്ല, ചർച്ചിൽ കൊടുത്തേരെ. There's no space for me to hold it. സ്ഥലമില്ല, അടുത്ത ആൾക്കാർക്ക് കൊടുത്തേരെ. There's no space for me, give it to someone else. ഹല്ലേലൂയ. ഇത് ആമേൻ ദശാംശത്തിന്റെ ഒരു അനുഗ്രഹമാണ്. This is the blessing of paying the tithe. സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും. God will bless you in a way that you can't hold it. മൂന്നാമത്തേത് വെട്ടുക്കിളിയെ ശാസിക്കും. Third thing is that he will rebuke the devourer, the grasshopper. ഈ ചില ആളുകൾ പിടിച്ചു വെക്കും. Some people will hold on to things. ദശാംശം കൊടുക്കത്തില്ല. They won't give the tithe. ദൈവസഭയ്ക്ക് നന്മകൾ കൊടുക്കത്തില്ല. They won't give blessings to the church. എല്ലാം പിടിച്ചു വെക്കും. They hold on to everything. ഈ പിടിച്ചു വെക്കുന്ന എല്ലാം കൂടെ ഒരു ദിവസം വെട്ടുക്കിളി എടുത്തോണ്ട് പോകും. And because they grab hold of everything, വെട്ടുക്കിളി ഏതെല്ലാം രീതി വരുമെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ല. The locust will take the locust, we don't know in which way they will come. ഇപ്പോ വെട്ടുക്കിളി പോലീസുകാരുടെ രീതിയിലും വരും. Sometimes the locust will come in the form of the police. ഹെൽമെറ്റ് വെക്കാത്തൻ 2000 പിഴ. Because you don't put the helmet, they charge you. സീറ്റ് ബെൽറ്റ് വെക്കാത്തൻ ഒരു ദിവസം സീറ്റ് ബെൽറ്റ് ഇടാത്തനാ വെട്ടുക്കിളിയാ. It's a locust. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരുടെയും സ്തോത്രം പോയി. ചിലപ്പോൾ ഹോളി ക്രോസിന്റെ രൂപത്തിൽ വരും, ചില കിംസിന്റെ രൂപത്തിൽ വരും, ആശുപത്രിയുടെ രൂപത്തിൽ. ഈ വെട്ടുക്കിളി നിന്റെ വീട്ടിൽ ശാസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിനുള്ളത് കർത്താവിന് കൊടുത്തേക്കുക. എന്റെ വീട്ടിനകത്ത് വെട്ടുക്കിളി വരാതെ, അനുഭവത്തിൽ നിന്നാ പറയുന്നത്, എന്റെ വീടിനകത്ത് വെട്ടുക്കിളി വരാതെ. എത്ര പേർക്ക് അനുഭവം ഉണ്ട്? If you have that experience, വെട്ടുക്കിളികളെ ശാസിക്കും. you must rebuke. He will rebuke. അതുകൊണ്ടാണ് പറഞ്ഞത്, ആമേൻ, ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം. The Bible actually tells us, do not test the Lord. നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. You must not test the Lord your God. ദൈവം വേദപുസ്തകത്തിൽ എന്നെ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്, നിങ്ങൾ ദശാംശം തന്നെ എന്നെ ഒന്ന് പരീക്ഷിക്കുക. But the one area where God says test me is in the area of giving tithes. You give your tithes and test me. എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. Test me and see. ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നെ തോൽപ്പിച്ചു കളയുന്നു. You have failed me, he says. എങ്ങനെ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും? How do we rob the Lord? How do we fail the Lord? ഗിവിംഗിന്റെ വിഷയത്തിലാണ് മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കുന്നത്. In the area of giving we fail the Lord. നിങ്ങൾ ഒരിക്കലും ദൈവത്തെ തോൽപ്പിക്കരുത്. You must never defeat the Lord. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ നിൽക്കുകയാണ്. God is waiting to bless you. പക്ഷേ ഇതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ. But this is the principle of the Lord. നാലാമത്തെ കാര്യം, the fourth way, വെട്ടുക്കിളിയെ ശാസിച്ചു കഴിഞ്ഞാൽ, after he rebukes the locust, നിന്റെ ആമേൻ മുന്തിരിക്കുലയുടെ ഫലങ്ങൾ കൊഴിഞ്ഞു പോകത്തില്ല. The wine in your house, the wine that you have, it will not fail. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. തേങ്ങയെല്ലാം വെള്ളക്കായിട്ട് വീഴുവാണോ? ആരെങ്കിലും ഒരു ഹല്ലേലൂയ പറ. Say hallelujah. മാങ്ങയെല്ലാം പൊഴിഞ്ഞു പോവാണോ? All the mangoes, are you losing your mangoes? എന്ത് പറ്റി? എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നല്ലോ. Come on. ഇത് വേദപുസ്തകം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. This is what the Bible says, not നിന്റെ മുന്തിരിക്കുലകളിലെ മുന്തിരിങ്ങയും ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളും പൊഴിഞ്ഞു പോകാതെ, without losing the fruit of your trees, without losing the wine, അതിനെ എന്റെ ദൈവം അനുഗ്രഹിക്കും. My God will bless all that. ഇത് നാലും പഴയ നിയമത്തിനകത്തെ ദശാംശത്തിന്റെ അനുഗ്രഹമാണ്. These are all blessings that come from the Old Testament. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. That's what I shared with you last week. ഈ ആഴ്ച അല്പം കൂടെ മുമ്പോട്ട് പോവുക. Today I want to go forward. ഈ ആഴ്ച നമുക്ക് പുതിയ നിയമത്തിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. I want to make you understand some things from the New Testament. എന്നിട്ട് നമ്മൾ ആ പ്രിൻസിപ്പിളുകൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. And we need to apply these principles in our life. അതിൽ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത അനുഗ്രഹത്തിന്റെ ഡോറുകൾ തുറന്നു തരും. And through that the door to the next blessing will open up. ഞാൻ ആരംഭ സമയം വേദപുസ്തകം പറയുന്ന ചില ഗിവിംഗുകളെ കുറിച്ച് നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുകയാണ്. Firstly, I want to tell you about some types of giving that the Bible talks about. പല വിധത്തിലുള്ള ഗിവിംഗുകളെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. The Bible talks about various types of giving. അതിനകത്ത് ഒന്നാമത്തെ ഒരു ഗിവിംഗ് ആണ് ഓഫറിംഗ് എന്ന് പറയുന്നത്. വഴിപാട്, കാണിക്ക എന്നൊക്കെ പറയുന്നത്. The first type of giving is called offering. ആമേൻ. പറഞ്ഞ വഴിപാട്. Everybody say offering. അതാണ് നമ്മുടെ സ്തോത്രകാഴ്ച പാത്രങ്ങളെ കുറിച്ച് അവസാനം ആമേൻ അല്ലേ സ്തോത്രകാഴ്ച. So we talk about the offering plate. ഓഫറിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. Offering. എന്താണ് ഈ ഓഫറിംഗ് എന്ന് പറയുന്നത്? What do we mean by the offering? ഇതിന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പ്രമാണങ്ങളുണ്ടോ? Is there anywhere, is it mentioned anywhere in the Bible? ഒരു വാക്യം വായിച്ച 1 കൊരിന്ത്യർ 16 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞായറാഴ്ചകളിൽ നിങ്ങൾ മാറ്റി വെക്കുന്നത്. So 1 Corinthians 16 verses 1 and 2, what we set apart on Sunday. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. 2ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കണമേ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന്
ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങൾ ആരും വായിച്ചില്ല. On the first day of every week. വായിച്ചോ ഞാൻ കേൾക്കട്ടെ, ഇതൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് ഇനി ആരും പറയരുത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തന് തനിക്ക് കഴിവുള്ളത്, പ്രത്യേകിച്ച് എന്ത് തനിക്ക്, in keeping with his income. അപ്പൊ ഓഫറിംഗിന്റെ റേഷ്യോ എന്താണ്? So what is the ratio for the പറഞ്ഞ offering? തനിക്ക് കഴിവുള്ളത് In keeping with your income. അത് എന്നാ മാറ്റി വെക്കേണ്ടത്? When should you set it apart? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. Set it aside the first എല്ലാ day of the ഞായറാഴ്ചയും വരുമ്പോൾ, week. Every Sunday when you come. മിക്കവാറും ആരും വരത്തില്ലെന്ന് തോന്നുന്നു ഇതൊക്കെ പഠിപ്പിച്ച. If I teach this, everyone won't come. ഇത് പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ആരും ഇനി നാളെ പാസ്റ്റർ എന്താ ഈ കാര്യം പഠിപ്പിച്ചില്ലെന്ന് ആരും പറയരുത്. No one will blame me that I didn't teach about these ഇത് things. മനസ്സിലാക്കണം. You must understand this. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, The first day of every week. ആമേൻ, തനിക്ക് കഴിവുള്ളത് According to what he അത് receives. മാറ്റി വെക്കുക. എന്തിനാ ഇങ്ങനെ ആഴ്ച മാറ്റി വെക്കുന്നത്? Why do we set it aside every week? 30-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ചർച്ചിന്റെ ആവശ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. Because there's a huge need every first of the month for the church. മിനിമം കറണ്ട് ചാർജ് 20,000 രൂപ. Current charge minimum 20,000 rupees. ഇതിന് കീബോർഡ് ഒന്നും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആമേൻ. നമ്മുടെ മിഷൻസ്, നമ്മുടെ സപ്പോർട്ടുകൾ, നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾ, For all our needs, missions, supports. എനിക്ക് തോന്നുന്നു 1,00,000-ൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച് സ്മൂത്ത് ആയിട്ട് പോകും. I think if we have a little over 1 lakh, we will be able to run the church smoothly. അത് 1-ാം തീയതി രാവിലെ വന്നാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. But if it comes on the first morning, it won't work. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? So what do we do? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച്, The first day of every week, whatever is possible for you, you give it. എല്ലാവരുടെ സ്തോത്രം പോയല്ലോ പാസ്റ്റർ. അത് 10 രൂപയാകാം, Maybe it is 10 rupees, 20 രൂപയാകാം, 20 rupees, 100 രൂപയാകാം, maybe 100 rupees, 500 രൂപയാകാം, maybe 500 rupees, 10,000 ആകാം. maybe അത് 10,000. നിങ്ങൾക്ക് കയ്യിലുള്ളതനുസരിച്ച്. According to your ability. അതൊരു ഗിവിങ്ങിന്റെ രീതിയാണ്. That is a way of giving. അതെല്ലാ ഞായറാഴ്ചയും നമ്മളത് ചെയ്യാറുണ്ട്. So we do it every Sunday. ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങിയത് കുട്ടിക്കാനത്ത്. I remember my ministry initially started in Kutikana. അന്ന് പ്രത്യേകിച്ച് ചർച്ചിന് ചെലവുകളൊന്നുമില്ല. At that time we didn't have much expense for the church. ഞങ്ങളൊരു 6-7 പേരാണ് വരുന്നത്. Just 6 or 7 of us. അതിനകത്ത് ഒരു കുടുംബം, One family. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ When I went there first. നമ്മുടെ ഈ നീലപ്പടുത ഇല്ലേ, നീലപ്പടുത, അങ്ങനെ ഒരു നീലപ്പടുതയൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് അവർ താമസിക്കുന്നത്. ടാർപോളിൻ. Tarpaulin. So we had a tarpaulin and we were staying over there. അവിടുന്ന് ഒരു ജയൻ ബ്രദറും മേരി ചേച്ചിയും 3 കുഞ്ഞുങ്ങളും വരും. There, one Jayam brother, Mary Chechi, 3 children will come. കുട്ടിക്കാനത്തും In Kutikana. 3 പേരും വരും. They will come. ഭയങ്കര ദാരിദ്ര്യമാണ് അവർ. They are extremely poor. ചർച്ചിൽ വന്നിരിക്കും. They will come and sit in the church. അതുപോലെയുള്ള ഒരു 6-7 പേരാണ് വരുന്നത്. 6-7 people like that come. 2 വർഷമായിട്ട് ഞാൻ അവിടെ സ്തോത്ര കാഴ്ച For എടുത്തിട്ടില്ല. 2 years I never took any offering. കാര്യം അവരിൽ നിന്നും സ്തോത്ര കാഴ്ച എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്നെ കത്തി വെച്ച് കുത്തുന്നതിന് തുല്യമാണ്. But it's like piercing me with a sword if I take offering from them. 1.5 വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, After 1.5 years, the Holy Spirit told me, അവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിനക്ക് ഒരു താല്പര്യവും ഇല്ല. do you have no desire that they should be blessed? ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്. I said, I have a desire. ഞാൻ പറഞ്ഞു അവരെ കൊണ്ട് ഓഫറിംഗ് എടുപ്പിക്കാൻ പറഞ്ഞു. And the Lord said, take an offering from them. ഞാൻ പറഞ്ഞു കർത്താവേ അത് ചതിയാണ്. I said, Lord, I'm actually cheating them, deceiving them. കർത്താവ് പറഞ്ഞു അങ്ങനല്ല ചെയ്യണം. കർത്താവ് പറഞ്ഞു അങ്ങനെ ചെയ്യണം. If the Lord tells you to do it, you must do ഞാൻ it. ഓർക്കുന്നു എൻ്റെ ആദ്യത്തെ സ്തോത്ര കാഴ്ച പാത്രം ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ഞാൻ ചപ്പാത്തി കഴിക്കുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയിരുന്നു ആ ഓഫറിംഗ് ബോക്സ് ആയിട്ട് അവിടെ വെക്കുന്നത്. So the plate from which I eat chapati, that was the first offering plate that we had. അതിനകത്ത് രേവതി ആദ്യം ഇടുന്നത് 1 രൂപ, 2 രൂപ, മാക്സിമം 17 രൂപ വരെയൊക്കെ ആയിരുന്നു. ജയൻ ബ്രദർ 10 രൂപ ഇടും, ബാക്കി എല്ലാവരും ഓരോ രൂപ ഇടും. 17 രൂപയൊക്കെ ആയിരുന്നു അന്നത്തെ ഓഫറിംഗ്. 17 rupees was our offering that time. ആമേൻ. നിങ്ങൾ ആരും ആമേൻ പറയുന്നില്ലല്ലോ. ഇന്ന് കുട്ടിക്കാനത്ത് ഞാൻ ചെന്നാൽ Today if I go to Kutikana, ജയൻ ബ്രദറിന്റെ വീട്ടിൽ പോകാതെ വരാനൊക്കത്തില്ല. I can't come back without going to Jay brother's house. ജയൻ ബ്രദറിന്റെ വീട് 2 നില വീടാണ്. Jay brother's house is a 2-story house. 3ാമത്തെ നിലയിലാണ് ഇപ്പോൾ ചർച്ച് റൺ ചെയ്യുന്നത്. And the 3rd story is where the church is being held.
ഈ സ്തോത്ര കാഴ്ച ഞാൻ എടുത്തിട്ടുണ്ട്. I have taken this offering. ഇന്ന് നമ്മുടെ ചർച്ചിന് ചെലവുകൾ കൂടുതലാണ്. Now the expenses of our church are increasing. അതെങ്ങനെയാണ് നടക്കുന്നത്? So how do we run it? അതാ ഞാൻ വായിച്ച വാക്യത്തിൽ പറയുന്നത്, That is what is mentioned in the verse that I read. ഫിലിപ്പിയരെ, You Philippines, നിങ്ങളല്ലാതെ വരവ് ചെലവ് കാര്യങ്ങളിൽ മറ്റൊരാളും എന്നോട് കൂട്ടായ്മ കാണിച്ചിട്ടില്ല. apart from you, no one else helped me in the matter of giving and receiving. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ പൈസ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ ആരും ഒന്നും ചെയ്യുകയല്ല. You mustn't misunderstand. We are not taking this money and ഇത് doing ഇവിടുത്തെ something wrong. വരവ് ചെലവ് കാര്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. This is for fellowship and sharing in the needs of the church. ആമേൻ. Amen. നമ്മുടെ സാധാരണ പ്രസംഗ രീതിയിൽ നിന്നും മാറിയാണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ നിൽക്കുന്നത്. Last 3 weeks I am speaking differently from the usual way. പക്ഷേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. But I have great confidence that this will benefit you. പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റും. And as Paul is saying, I can say, ഞാൻ എന്റെ ബുദ്ധിമുട്ട് നിമിത്തമല്ല ഇത് പറയുന്നത്. I'm not sharing this because I am in need. എനിക്ക് എന്തെങ്കിലും വേണ്ടിയിട്ടോ എന്റെ ബുദ്ധിമുട്ട് നിമിത്തം അല്ല ഈ 3 ആഴ്ച ഞാൻ It's not പ്രസംഗിക്കുന്നത്. because I have some need or I want something that I'm preaching നിങ്ങളുടെ this. കണക്കിലേക്ക് ഏറിയൊരു കാര്യം ദൈവത്തിന്റെ അക്കൗണ്ടിൽ കിടക്കേണ്ടതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് I am പറയുന്നത്. teaching you these things so that something may be credited in your account before God. അപ്പൊ ഈ ഓഫറിംഗ്, So offering, അത് നമ്മൾ സ്വമേധയാ കൊടുക്കുന്ന ഒരു കാര്യമാണ്. that is something we give voluntarily. അതിന് കണക്കില്ല. There is no അത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് കൊടുക്കണം. there's no limit for that. There's no specific amount. വേദപുസ്തകം പറയുന്ന ഒരു ഗിവിംഗ് എന്ന് പറയുന്നത് ഓഫറിംഗ് ആണ്. So the first type of giving is offering. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നീ മാറ്റിവെച്ച് ദൈവസഭയുടെ അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. First day of every week you set it aside for the needs, the daily needs of the church. രണ്ടാമത്തത് ടൈത്ത് ആണ്. The second type of giving is tithe. നമ്മളത് കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് പറഞ്ഞു. Last week we examined that in detail. അതിനെക്കുറിച്ച് ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. So I'm not going to repeat അത് that. ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ 10-1 മാറ്റിവെച്ച് കൊടുക്കുന്നതാണ്. That is something that you set apart, 10% from your income. മൂന്നാമത്തെ ടൈപ്പ് ഗിവിംഗ് ആണ്. The third type of giving, അതിന് വേണമെങ്കിൽ നേർച്ച എന്ന് പറയാം. ഇംഗ്ലീഷിൽ എന്താ പറയുക? നേർച്ച. wow. ഒരു നേർച്ച. A vow we have taken before the Lord. ഇതൊന്നും സത്യത്തില് നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ ഒരു ബിബ്ലിക്കൽ ടേംസ് ആണോ എന്ന്. You may wonder whether this is a biblical term. അതല്ലെങ്കിൽ നിങ്ങൾ ഇതര സമുദായത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് വഴിപാട്, നേർച്ച എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? Those who come from the traditional setup, they know more about this offering and vows. പക്ഷേ ഇതെല്ലാം ബൈബിളിന്റെ വാക്കുകളാണ്. But these are all biblical terms. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാക്യം വായിച്ചേ. You can read a verse. 2 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 Samuel 15 and verse 8. എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? What is written over there? 2 ശമൂവേൽ 2 സാമുവേൽ 2 Samuel chapter 15 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എടുത്തോ. verse 8. യഹോവ എന്നെ യെരൂശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കുമെന്ന് അടിയൻ ആരാമിലെ ഗശൂരിൽ പാർത്ത കാലം ഒരു നേർച്ച നേർന്നിരിക്കുകയാണ്. I made this vow while I was living at Geshur. If the Lord takes me back to Jerusalem, I will worship the Lord in Hebron. എന്താ ഈ മൂന്നാമത്തെ ടൈപ്പ് ഗിവിംഗ് എന്ന് പറയുന്നത്? So what is the third type of giving? ദൈവം പ്രത്യേകാൽ നിനക്കൊരു അനുഗ്രഹം തരുന്നതിനും When God ദൈവം gives- നിന്റെ പ്രത്യേകാൽ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതിനും പ്രതിഫലമായി നീ ദൈവത്തിന് കഴിക്കുന്ന ഒരു ആരാധനയാണ് ഈ നേർച്ച എന്ന്. In response to the specific type of blessing that God has given you, in response to the specific answer that He has given to your prayer, as part of your worship, you give this as a vow to the Lord. എനിക്ക് അങ്ങനെ ഒത്തിരി നന്മകൾ പലരും തന്നിട്ടുണ്ട്. Many have given me like that. എനിക്ക് ആ ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം ഞാൻ സഭയ്ക്ക് കൊടുക്കാം. The first salary that I get, I will give it to the church. അങ്ങനെ എത്രയോ പേർ കൊണ്ട് തന്നിട്ടുണ്ട്. So many people have come like that. ആമേൻ. Amen. ആരെങ്കിലും ഒരു ഹല്ലേലൂയ പറ. Hallelujah. ഇതൊന്നും ഞങ്ങളെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ സഭയെ. We പക്ഷേ haven't taught this. ഈ സീസണിൽ എനിക്ക് ഇവർ അനുഗ്രഹിക്കപ്പെടുന്ന ഭയങ്കര പിടിവാശി. But in this season, I have a great longing that all of them should be blessed. അതിന് നേർച്ചയാണ്. So that is a vow. ദൈവം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ, If the Lord does this for me, ഞാൻ ആ കാര്യം തിരിച്ചു ചെയ്യാം. then I will repay it like this. ആദ്യത്തെ ശമ്പളം, First salary, അല്ലെങ്കിൽ
എനിക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തിന് എനിക്ക് ഇന്നൊരു കാര്യം ദൈവം ചെയ്താൽ അതിൻ്റെ ഇത്ര ശതമാനം. Otherwise, a percentage of what God gives me, the blessing that He gives me. അതൊക്കെ നിങ്ങളും ദൈവമായിട്ടുള്ള കാര്യം. ഇതൊന്നും നിർബന്ധമോ ഇതൊന്നും ഒരു എന്താ പറയുന്ന ഒരു ഡോക്ട്രിനോ ഒന്നും അല്ല. This is not given out of compulsion. This is not taught as a doctrine. This is between you and God. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. These are things that are mentioned in the Bible. ഇങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. It is also mentioned like this in the Bible. പഴയ നിയമത്തിന്റെ നേർച്ചകൾ ഭയങ്കര കട്ടിയേറിയ നേർച്ചകളാണ്. The vows in the Old Testament, what they gave were very deep and difficult ones. നിങ്ങൾ നേരണമെന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. God will never compel you to take a vow. നിങ്ങൾ നേരണമെന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. God will never tell you that you have to take a പക്ഷെ vow. ഒരു കാര്യം ദൈവം പറയും. But one thing He will say. നേർന്നിട്ട് കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നേരാതിരിക്കുന്നതാ. It is better not to take a vow and then not give rather than taking a vow. Don't take a vow and refuse and fail to give. If you are taking a vow, you must give what you are saying to the Lord. Amen. ദൈവത്തിന് വേണ്ടി എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, so if you say something before the Lord, അത് ദൈവത്തിന് വേണ്ടി കൊടുക്കണം. then you have to give it to the Lord. നിങ്ങൾ അത് പറയണമെന്ന് ദൈവത്തിന് ഒരു നിർബന്ധവും ഇല്ല. God will never tell you that you have to make such a statement. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു വണ്ടി എടുക്കും പറഞ്ഞിട്ടുണ്ട്. Many people have told me when they take a car, പാസ്റ്റർ ഇത് ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള വണ്ടിയാ. Pastor, this car is for the Lord's work. നീ അങ്ങനെ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. You have no, there's no need for you to say like that. പക്ഷേ അങ്ങനെ പറഞ്ഞു പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ഞായറാഴ്ച ഒരു 2 പേരെയെങ്കിലും കൊണ്ടുവരാൻ ആ വണ്ടി ഉപയോഗിക്കണം. But if you say like that and make the pastor pray like that, definitely every week you must bring at least 2 people to the church. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ചർച്ചിന് വേണ്ടി വണ്ടി എടുക്കണം. We never told you to take a car for the church. പറഞ്ഞു. സ്തോത്രം. എന്തു പറ്റി പാസ്റ്റർ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി എടുത്ത വണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടണം. A vehicle that you have taken for the Lord's work, it must run for the Lord's work. ചിലർക്ക് വീട് ദൈവം കൊടുക്കും. Some people will be given a house by ദൈവദാസ, ഈ വീടിനകത്ത് ഒരു മുറി പാസ്റ്റർക്ക് വേണ്ടിയുള്ള മുറിയാ, ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള മുറിയാ. Oh dear man of God, one room in this house is for the Lord's work, it's for the Lord's people. അങ്ങനെ നേർന്നാൽ, if you make such a vow, മാസത്തിൽ ഒരിക്കലെങ്കിലും, at least once every month, വിട്ടാരെ അവരെ നോക്കിയേ വേണ്ട. ഈ പ്രസംഗം അവരായിട്ട് എന്താ ബന്ധം? എനിക്ക് ദൈവം ഒരു തലമുറയെ തന്നാൽ, if the Lord gives me a son, സുവിശേഷ വേലയ്ക്ക് കൊടുത്തേ, then I will give him for the Lord's ministry. അവൻ എഞ്ചിനീയർ ആണെങ്കിലും കൊടുക്കണം, ഡോക്ടർ ആണെങ്കിലും കൊടുക്കണം, അവൻ IPS കാരനാണെങ്കിലും കൊടുക്കണം, IAS കാരനാണെങ്കിലും കൊടുക്കണം. കാര്യം നേർന്നിട്ട് കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതാണ് നല്ലത്. If you have made such a vow, then even if he's a doctor, engineer, IAS, IPS, you have to give. It's better not to take a vow rather than taking a vow and not keeping it. മനസ്സിലാവുന്നുണ്ടോ? Amen. മിക്കവാറും ചിലപ്പോൾ ആരും നേരത്തിൽ കുഴപ്പമില്ല, നേർന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. There's no problem if you don't take a vow. പക്ഷേ കാര്യസാധ്യത്തിന് വേണ്ടി നേരരുത്. But don't take a vow just to get things done. ദൈവത്തെ പറ്റിക്കാൻ നിൽക്കരുത്. Don't try to cheat God. പണ്ടൊരു അമ്മച്ചി പറഞ്ഞു, once an ammachi told like this, ഞാൻ 10 കോഴിമുട്ട വിരിയാൻ വെച്ചിട്ടുണ്ട് കർത്താവേ. I am waiting for 10 eggs to hatch, Lord. ഈ 10 എണ്ണവും വിരിഞ്ഞ്, these 10 eggs, if they hatch, 10 എണ്ണവും വളർന്ന്, these 10 eggs, let them grow, these chickens. 10 എണ്ണവും മുട്ടയിട്ട് തുടങ്ങുമ്പോൾ അതിനകത്ത് ഒരു മുട്ട ഞാൻ പാസ്റ്റർക്ക് കൊടുത്തേക്കാം. When these 10 chickens grow and lay eggs, out of those eggs, 1 egg I will give to the pastor. കർത്താവിന്റെ പരിപാടി നോക്കണം. ഈ 10 എണ്ണം ചീമുട്ടയാകാൻ പാടില്ല. ഒരു മുട്ടയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന സ്ട്രഗിള്. Look at the struggle that the Lord has. These 10 eggs, not one of them should get rotten. All of this he has to do just to get 1 egg from this ammachi. മോൻസി, ഈ കാക്കി അടിക്കാതെ പരുന്തടിക്കാതെ ഒരു മുട്ടയ്ക്ക് എന്റെ കർത്താവ് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? Does my God have to struggle so much for getting 1 egg from you? അടുത്തിരുന്ന് നാളെ തട്ടിയിട്ട് പറ, പറ്റിക്കില്ലെന്ന് പറ. Don't try to mock God. എന്തോ ലക്ഷ്മി, കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വത്രം. എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ചിരി കണ്ടപ്പോൾ മനസ്സിലായി എന്തൊക്കെയോ സ്ട്രഗിളുകൾ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ സീസണിൽ ഊരി പൊട്ടിച്ചെടുക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. The other day an incident took place.
ഞാൻ ഇവിടെ ഇരുന്നൊരു കാര്യം പറഞ്ഞില്ലേ, I shared something with you എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയാൽ that if I get some money, അതിനകത്ത് ഫ്രഷ് ആയ പൈസയാണെങ്കിൽ ഞാൻ തൊടത്തില്ലെന്ന്. that I told you that if it's fresh notes, I won't touch it. ഞാൻ ഇച്ചിരി ഒരു സാമ്പത്തിക ആവശ്യമുള്ള ഒരു സമയത്തായി ഇപ്പൊ നിൽക്കുന്നത്. I'm at a time when I have some financial need. അപ്പൊ ഞാൻ ഒരാൾക്ക് ഇച്ചിരി പൈസ എൻ്റെ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. So one person had borrowed some money from me, ആ ആള് കഴിഞ്ഞ ദിവസം പൈസ തിരിച്ചു തന്നു. and that person returned the money last week. തന്നപ്പോ But when he gave it, എല്ലാം പുതിയ നോട്ട്, all were new notes. ഒറ്റ ഒരെണ്ണം പോലും അഴുക്കല്ല. Not even one was an old note. അജോ എനിക്കാണെങ്കിൽ ആവശ്യം കൂടുതലും, And I'm at a time when I have great need. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത് മണമുള്ള നോട്ട് എൻ്റെ നോട്ടല്ലെന്ന്. But I came and told you that freshly printed notes are not my notes. ഒരെണ്ണം പോലും ഞാൻ തൊട്ടില്ല. I didn't even touch one of them. ഞങ്ങൾ അങ്ങനെ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചു. I set it aside for the Lord just like that. കാര്യം എൻ്റെ ബൈബിൾ പറയുന്നു, നേർന്നിട്ട് കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നേരാതിരിക്കുന്നതാണ്. Because the Bible says it is better not to take a vow than to take a vow and not keep it. ഇനി ഇവിടെ നിന്ന് പറയുന്നതിനും തെറ്റില്ല. അത് 40,000 രൂപയുണ്ട്. അത് 40,000 rupees was there. ഇന്നലെ എബേസ് ചർച്ചിന്റെ ചിട്ടി പൈസ അടയ്ക്കാൻ എൻ്റെ അടുത്ത് 10,000 രൂപ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. കാര്യം ഈ പൈസ വേറെ പൈസയാ. കാര്യം ഇത് മണം വേറെയാ, ചുളുക്കില്ലാത്തതാ. It's notes which are not folded. ഞാൻ എന്തിനാ ഈ പൈസ ഇത്രയും പൈസയുടെ കാര്യം പറഞ്ഞത്? Why am I talking so much about ഞാൻ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നിങ്ങളെ പഠിപ്പിക്കുക. I am trying to teach you what I am practicing. ഇവിടെ നിന്ന് ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത്? What am I preaching from here? അതെന്തിനാ മാറ്റി വെച്ച്? So why did I set it aside? ചർച്ചിന് ചിലപ്പോൾ അടുത്തൊരു ആവശ്യം വരും. A church, it will have needs. എനിക്ക് അഴുക്കായ നോട്ട് മതി. I want only dirty notes. നീ അതിൽ നിന്ന് കടം തരുമോ? ഒരു കാരണവശാലും തരത്തില്ല. എനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ ഈ ആഴ്ച? Will I have any loss this week? പറ, ആരെങ്കിലും പറ. Tell me. ഞാൻ ആരുടെയെങ്കിലും മുമ്പിൽ കൈ നീട്ടേണ്ടി വരുമോ? Will I have to stretch my hands to beg before anyone? ഞാൻ പറയാത്തൊരു കാര്യം ഇവിടെ പ്രസംഗിക്കത്തില്ല. I will not tell you anything that I don't practice. ഞാൻ പറയുന്നു, ഞാൻ എല്ലാ വിഷയത്തിനകത്തും ഞാൻ വിശ്വസ്തനല്ല. I am not faithful in everything. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പറയും, But in this matter I will talk about നിങ്ങൾ it. എൻ്റെ അനുകാരികളായിരിപ്പീൻ. You must follow my example in this. ഈ വിഷയത്തിൽ ഞാൻ ധൈര്യത്തോടെ പറയും, Confidently I will tell you. നിങ്ങൾ എൻ്റെ അനുകാരികൾ ആയിരിപ്പീൻ. Follow my example. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറ. Say hallelujah. ആ പൈസ ചർച്ചിന് കൊടുക്കണം നിർബന്ധമില്ല. എൻ്റെ പൈസയാണ്. It's my money. I don't have to. ഒരാവശ്യത്തിന് ഒരാൾക്ക് കൊടുത്തതാണ്. I gave it to someone in time of their need. തിരിച്ചു തന്നപ്പോൾ അതിനകത്തൊരു 10 നോട്ടെങ്കിലും ഒരു പഴയ നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ ആഴ്ചത്തെ കാര്യം നടന്നു. But when they returned it, if at least 10 notes were old notes, I could have gotten my things done. അത് ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ സ്ലിപ്പ് പോലും ഇളക്കാതെ കൊണ്ട് തന്നേക്കുക. എന്നോട് ദൈവം പറഞ്ഞടാ, നീ പറഞ്ഞത് എനിക്കൊന്ന് കാണണം. നീ കഴിഞ്ഞ ആഴ്ച ഭയങ്കര വാചകമായിരുന്നല്ലോ ചർച്ചിൽ നിന്ന്. എനിക്ക് മനസ്സിലായി ഇത് ടെസ്റ്റാണ്. I understood this is a test because this is ഈ exactly what ടെസ്റ്റിൽ ഞാൻ ജയിക്കുമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. and I had decided that I would pass this test. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ല Does ഹല്ലേലൂയ anyone പറ. say hallelujah? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അപ്പോൾ നേർച്ച എന്തുവാ? So vows. പഴയ നിയമത്തിന്റെ നേർച്ച ഭയങ്കര കട്ടിയുള്ള The നേർച്ചകളാണ്. vows of the Old Testament were very heavy, very hard. ഒരിക്കൽ ഒരു നേർച്ച നേരുകയാണ്. One person took a vow. ഞാൻ ഈ യുദ്ധം ദൈവത്തിന് വേണ്ടി ജയിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ If I- എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്നെ എതിരേറ്റ് വന്നാൽ അത് യഹോവയ്ക്കുള്ളതായിരിക്കുമെന്ന്. If I win the battle and come back, the first person who comes out of my house, I will sacrifice them unto the Lord. ചെന്നപ്പോ മോളാ When he returned, it was his daughter that came out എതിരേറ്റ് first. ചെല്ലുന്നത്. What can he do? നേർച്ച കിടക്കുകയാണ്. He has made a vow കൊച്ചിനെ കൊടുക്കാം. that he will give whoever comes out of the house. അപ്പം പറഞ്ഞ മോളോട് പറഞ്ഞു, നീ എന്തിനാ ഇറങ്ങി വന്നേ? He said to his daughter, why did you come out now? മോള് തിരിച്ചു The പറയാണ്, daughter said, യഹോവയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു വെക്കണ്ട, കൊടുത്തേക്കാൻ if പറഞ്ഞു. you have already said a vow to the Lord, don't hold me back, you give me to the Lord. ഞാൻ ആ വാക്യം വായിക്കണമെന്ന് ചിന്തിച്ച് പെണ്ണെ വിചാരിച്ചു, വേണ്ടെന്ന് വിചാരിച്ചു. I thought of reading it, but I don't want to read it. ഞാൻ ആർക്കെങ്കിലും ആ വാക്യം വേണം എന്നോട് ചോദിച്ചാൽ മതി. If you want to know which verse it is, you can ask me. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ആ വാക്യം It's in the book of Judges. പക്ഷെ നമ്മുടെ വിഷയം അതല്ലല്ലോ. But that's not our ചില topic. നേർച്ചകൾ പരിശുദ്ധാത്മാവിന് വേണ്ടി
നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വൗസ് ദൈവസന്നിധിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പെൻഡിങ്ങിൽ ഇട്ടേക്കരുത്, കൊടുത്തേക്കുക. If you have made some vows in the presence of the Lord, don't keep it back. Fulfill your vows. നാലാമത്തെ ഒരു കാര്യമാണ് The fourth type of giving. ഈ ഫെയ്ത്ത് സീഡ് എന്ന് പറയും. Faith seed. ആമേൻ. അതല്ലെങ്കിൽ എന്താ ഈ പ്രൊഫറ്റിക്കൽ സോയിങ് എന്ന് പറയും. Otherwise we can call it prophetic sowing. ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. Sometimes I tell you like this. ചില പ്രൊഫറ്റിക്കൽ മെസ്സേജ് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ വിശ്വാസത്തോടെ ഒരു വിത്ത് എടുത്തിടുക. കേട്ടിട്ടില്ലേ? When I share a prophetic message, sometimes I tell you sow a seed into this അത് message. ഓഫറിംഗിന്റെ ഗണത്തിൽ പെടുന്നതല്ല. That is not part of giving അത് offering. ടൈത്തിന്റെ ഗണത്തിൽ That is not പെടുന്നതല്ല. part of the tithe. അത് നേർച്ചയ്ക്കകത്ത് പെടുന്നതല്ല. That's not part of the vows. പെട്ടെന്നൊരു ദൂത് നിങ്ങളോട് പറയുക. But the Lord is speaking to you. ആ ദൂത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നു. And when you realize that that word is specifically ഒരു for പൈസ you, എടുത്ത് നിങ്ങൾ ഓഫറിംഗ് ഇടുക. then you sow a seed into that ഒരു word. വിത്ത് ഇടുകയാണ്. You sow a seed into that. സ്തോത്രം. ആഫ്രിക്കൻ ചർച്ചിൽ നമ്മൾ ആഫ്രിക്കയുടെ കാര്യം പറയാൻ മറന്നുപോയി. I forgot to tell you about Africa. നമ്മുടെ ജെറുസലേം ട്രിപ്പ് പിക്ചർ ഒന്ന് പെൻഡിങ്ങിലായി ഈ യുദ്ധം സംബന്ധിച്ച വിഷയത്തിൽ. Because of the war, the Jerusalem trip is postponed. പക്ഷേ നമ്മുടെ ആഫ്രിക്കൻ ട്രിപ്പ് പ്രോസസ്ഡ് ആണ്. But our African trip is processed. ആമേൻ. ജൂലൈ മാസം 15-ാം തീയതിയാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ ട്രിപ്പ് ഇവിടുന്ന് ആഫ്രിക്കയ്ക്ക് പോകുന്നത്. July 15th is our first mission trip to Africa. ഇപ്പൊ രണ്ടുപേരാണ് എൻ്റെ കൂടെ ഉള്ളത്. 2 people are coming with me. ആമേൻ. ലിബിൻ ഡോക്ടറും മറ്റൊരാളും. Dr. Libin and another person. ആമേൻ. വരാൻ താല്പര്യമുള്ളവരൊക്കെ വരണം. Anyone who wants to come can come. ഇപ്പോഴാണെങ്കിൽ ടിക്കറ്റ് ഫെയർ ഭയങ്കര കുറഞ്ഞു കിടക്കുക. The ticket fare is at its low now. ഭയങ്കര ചീപ്പായിട്ട് It's കിടക്കുക. very cheap now. മീറ്റിംഗ് കഴിയുമ്പോൾ സംസാരിക്കണേ. അപ്പൊ നിങ്ങൾ ആഫ്രിക്കയിൽ ചെന്നാൽ So if you go to Africa, ഈ ആഫ്രിക്കൻസ് ഈ പ്രൊഫറ്റിക്കലി വിത്തിടുന്നയാളാണ്. the Africans sow prophetically. ആമേൻ. അവരുടെ ചർച്ചിൽ ഒരു സ്തോത്ര കാഴ്ച അല്ല. In their church, they don't just have one type of offering. കൂടെ സ്തോത്ര കാഴ്ച ഇടും. In between, you will find them giving the offering. പാസ്റ്റർ പറഞ്ഞിട്ടല്ല. Not because the pastor said. ഞാൻ ആദ്യം കണ്ടത് ഡൽഹിയിലെ ഒരു ആഫ്രിക്കൻ ചർച്ചിൽ The first പ്രസംഗിക്കുമ്പോൾ. time I saw this was when I was preaching in an African church in Delhi. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. As I was preaching, ഒരാൾ ഡാൻസ് കളിച്ചുകൊണ്ടു സ്തോത്ര കാഴ്ച. someone is dancing and coming and paying the offering. നമ്മുടെ ആളുകളാണെങ്കിൽ ഭയങ്കര പ്രയാസപ്പെട്ടൊക്കെ എടുക്കുന്നത്. And if our people give, they take it. They find it very hard to take it out. 500 വേണ്ട, 200 വേണ്ട, 500, not 500, not 200, not 100. 10 ഇല്ലയോ എന്തിയേ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ആഫ്രിക്കൻസ് അങ്ങനല്ല. But Africans are not like that. ഡാൻസ് കളിച്ചോണ്ട് വന്ന് They will dance and come. ഓഫറിംഗ് ഇട്ടിട്ട് പോകും. എന്നിട്ട് എന്നെ ഉപയോഗിച്ച് പിന്നെയും കളിക്കുക. And they put an offering and before ഇങ്ങനെ they പിന്നെ കളിക്കുക. എന്താ അറിയോ? they are dancing. ഞാൻ പറഞ്ഞ ദൂത് അവൻ സ്വീകരിച്ചു. They are receiving the word I'm സീഡ് ഇട്ടിട്ട് പോവുക. putting a seed പോയി into that. ഇരിക്കുന്നതിന് മുമ്പ് വീണ്ടും അടുത്ത ദൂത് വന്നു. Before they sit, they get വീണ്ടും വന്നിട്ട് എന്റെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിച്ച് വീണ്ടും വിട്ടിട്ട് പോവുക. again they're putting the seed. അയ്യോ, സുനന്ദ സിസ്റ്ററെ പെട്ടെന്ന് തീർന്നപ്പം വേറൊരുത്തം പോയി ഒരു കുട്ടി പെപ്സി പൊട്ടിച്ച് എന്റെ കാലിനെടുത്ത് കൊണ്ടുവച്ചു. That got over, he brought the Pepsi bottle before me. പെപ്സി പൊട്ടിച്ച് കാലിനെടുത്ത് He കൊണ്ടുവച്ചു. opened the Pepsi bottle and brought it ഇപ്പൊ before me. പെപ്സി വേണ്ട, I don't want Pepsi. കുടിച്ചേ പറ്റത്തുള്ളൂ. ഓഫറിംഗ്. You have to drink it. It's an offering. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അടുത്ത ദൂത് വന്നു. After 5 minutes, another prophetic അപ്പൊ word. വീണ്ടും ഒരുത്തമ്പോ ഒരു ഫാൻറ്റ പൊട്ടിച്ചു വെച്ചു. One person opened a Fanta and kept. ഇവിടെ നമുക്ക് ഷോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നടക്കാത്തത്. നമ്മുടെ പുതിയ ബിൽഡിങ്ങിൽ പ്രത്യേകം ഒരു ഷോപ്പ് ഞാൻ കാണിക്കും, ഒരു കഫറ്റീരിയ കാണും. അയ്യോ, ആമേൻ. ആരെങ്കിലും ഒക്കെ ഒരു ഹല്ലേലൂയ പറ. Hallelujah, say hallelujah. ഡാൻസ് കളിച്ചുകൊണ്ട് കൊണ്ടുവരിക. So they dance and bring. ഹല്ലേലൂയ. Amen. ലിബിൻ ഡോക്ടർ നമ്മൾ കാണാൻ പോയി, സാധനം നമ്മൾ കാണും കേട്ടോ. എന്നിട്ട് അടുത്ത ആഴ്ച ലിബിൻ ഡോക്ടറും എലിസബത്തും കൂടെ ഡാൻസ് കളിച്ചോണ്ട് വരും. ഹല്ലേലൂയ. ഇതെന്തിനാ ഇതെല്ലാം കൊണ്ടുപോയി കാണിക്കുന്ന? ഈ പരിപാടിക്ക് വേണ്ടിയാണ്. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അപ്പൊ ഇതൊരു പ്രൊഫറ്റിക്കൽ വിതയാണ്. So this is a prophetic giving. ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഒത്തിരി വിതച്ചിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒത്തിരി വിതച്ചിട്ടുണ്ട്. In my life I've sown it like this. ആമേൻ. ചില ദൂതുകൾ കേറി വരുമ്പോൾ നമുക്കറിയാം അത്. We know when some messages are coming, that's for us. എനിക്കറിയാം നമ്മുടെ മീറ്റിംഗ് ഓൺലൈനിൽ കാണുന്ന ആളുകളുണ്ട്. There are some people who watch our meeting online. ഈ ഓൺലൈനിൽ കാണുന്ന സമയത്ത് ചില പ്രൊഫറ്റിക്കൽ സീഡുകൾ അവർ എന്റെ ലൈഫിൽ And at വിതച്ചിട്ടുണ്ട്. the time they hear this word online, they sow prophetically into my life. അത് ഓഫറിംഗിന്റെ ടൈമിൽ അല്ലത്. They don't sow it in the time of the ആ offering. ദൂത് വരുമ്പോൾ അവർ ആ സാധനത്തെ They എറിയും. sow it when they get the word from the Lord. അതാ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, That's why it's written in the book of നിന്റെ Ecclesiastes. അപ്പത്തെ വെള്ളത്തിന്റെ മീതെ എറിയുക. Cast your bread upon the waters. നീ വിശ്വാസത്തോടെ എറിയുന്ന ഒരു എറിയാണത്. Cast it by faith. If you do it like that.
ആരൊക്കെ പുതിയ ആളുകൾ വന്നിരുന്നു പറഞ്ഞു, എന്റെ പാസ്റ്ററെ വന്നപ്പോ മുതൽ ഈ കൊടുക്കുന്ന കാര്യമാണല്ലോ Some new പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. people are saying, the first time I'm coming, you're talking all about giving. തെറ്റിദ്ധരിക്കരുത്, 7 വർഷമായി സഭ തുടങ്ങിയിട്ട് Please don't misunderstand. This church has started 7 for the last 7 വർഷത്തിനിടയിൽ years. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. The last 7 years is the first time I'm teaching like this. ഇത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്. And I'm teaching this because there's no other നിന്റെ option. അപ്പത്തെ വെള്ളത്തിന്റെ മീതെ എറിയുക. Cast your bread upon the waters. ഏറിയ നാൾ കഴിയുന്നതിന് മുമ്പേ അത് നിന്റെ മുമ്പിലേക്ക് തിരിച്ചു Before വരും. much time is over, it will return to you. ഞാൻ നിങ്ങളുടെ ഒരു ദൂത് പറയട്ടെ. I want to tell you ഈ prophetically. ടൈത്തിനേക്കാളും ദശാംശത്തെക്കാളും ഓഫറിങ്ങിനേക്കാളും നേർച്ചയെക്കാളും സഡൻ ആക്ഷൻ ആയിരിക്കും വിശ്വാസത്തോടെ ഇടുന്ന ചില സീഡുകൾക്ക്. More powerful than the tithe, more powerful than the offering, more powerful than the vows is what you give prophetically. When you sow the seed, there will be a sudden response. ഹല്ലേലൂയ. Hallelujah. ഭയങ്കര സംഭവമായിരിക്കും. There will be a sudden, great response. ഈ വർഷം തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു. And I did something like this at the beginning of the year. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, The Holy Spirit told me, നിന്റെ കൂടെയുള്ള ദൈവദാസന്മാരുടെ ലൈഫിൽ നീ ഒരു പ്രൊഫറ്റിക്കൽ വിത വിതയ്ക്കുക. you must sow prophetically into the lives of the men of God along with you. അവർക്കറിയാം എന്താ വിതച്ചതെന്ന്. They know what I sowed into them. ചിലപ്പോ പരിശുദ്ധാത്മാവ് പറയും, Sometimes the Holy Spirit will say, ആമേൻ, എന്റെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറയും, യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പറയും, ഗോ ചില സ്ഥലങ്ങളിൽ വിതയ്ക്കുക. in relation to the uniform that I have to buy for my children, God will tell me, go into some places and sow. ആമേൻ. ഇന്നലെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നല്ലോ. ഇന്നലെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ Yesterday you came to our home. ഞങ്ങളുടെ പഴയ വീട്ടിനകത്തല്ല നിങ്ങൾ വന്നത്. You didn't come to our old home. ആമേൻ. ഞങ്ങളുടെ മൂന്നാമത്തെ വീടിനകത്താണ് നിങ്ങൾ വന്നത്. You came to our third home. ആദ്യത്തെ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. I've told you about the first house. പപ്പ ജോലി ചെയ്യുമ്പോൾ ഉള്ള വീടാണ്. It was a time when Papa was working the house that we were staying in at that time. ഒരു കിച്ചൺ, One kitchen, ഒരു ബെഡ്റൂം, one bedroom, ഒരു ചെറിയ ഡൈനിങ് ഏരിയ, a small dining area. അതിനോട് ചേർന്ന് ആടിനെ കെട്ടുന്ന ഒരു സ്ഥലം. Alongside that, a place where we tie the sheep. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ആടും ഞാനും ഒരു മുറിയിലാണ് കിടക്കുന്നത്. In other words, the sheep and I are in one room. ആരോ പറയുന്നു, പാസ്റ്റർ ഇതൊന്നും പറയരുത്. Somebody said, no, you must not say these things, Pastor. ചാകുന്നിടം വരെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് Till I die, I will say these things. ചിലർക്ക് ഇതൊക്കെ പറയാൻ ഭയങ്കര നാണക്കേടാണ്. Some people feel embarrassed to say these things. ആമേൻ. രണ്ടാമത്തത്, ആമേൻ, പപ്പ വന്നിട്ട് വെച്ച വീട്. The second house, Papa, after retiring, he built that house. അവിടെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. That is where our wedding took place. അവിടെയാണ് അബിയും ഷാലോമും ജനിച്ചത്. That is where Abi and Shalom were born. അവർക്ക് അത് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. I don't know if they remember it. ഓർമ്മയുണ്ടോടാ? ഓർമ്മയില്ല. അബിയൊക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ. മൂന്നാമത്തെ ഇപ്പോഴത്തെ വീട്, The third present house, ആ പഴയ വീടിന്റെ ചുറ്റും വെച്ച വീടാണ്. it was built in the vicinity of that old house. ആ പഴയ വീട് അതിന്റെ അകത്ത് നിൽപ്പുണ്ട്. The old house is in the new house. അന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് റൂം ഇല്ല. We don't have a guest room there. അന്ന് ഒരു ഗസ്റ്റ് ചർച്ചിൽ വന്നാൽ, So if a guest comes to the church, ഞങ്ങളുടെ വീട്ടിലാ താമസിക്കുന്നത്. they will stay in our house, അപ്പൊ ഞാൻ പുറത്താകും. but I will be outside. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. ഞാൻ പുറത്താകും. I will be outside. എന്നാലും പാസ്റ്റർമാരെ സ്വീകരിക്കും. But still we will accept and receive the pastors. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഒരു ഗസ്റ്റ് റൂം വേണം. So we had a desire, we need to have a guest room. ഒരു ഗസ്റ്റ് റൂം വേണം. One guest room. ആമേൻ. സ്തോത്രം. ബാത്റൂം ഒറ്റ ബാത്റൂമേ ഉള്ളൂ. Only one bathroom we have. ആ ബാത്റൂമിൽ എല്ലാവരും ഉടഞ്ഞു, അത് ഭയങ്കര പ്രയാസമാണ്. It's difficult to have just one bathroom. അങ്ങനെ പണി തുടങ്ങി. So we started the work. പണി തുടങ്ങിയപ്പോൾ പണിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഫിനിഷ് ചെയ്യാൻ എനിക്കൊരു 6 ലക്ഷം രൂപയുടെ ആവശ്യമാണ്. I needed 6 lakhs to complete the first phase of the work. ഞാൻ 6 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. I am praying for 6 lakhs. കർത്താവിനോട് പറഞ്ഞു, The Lord told me, നീ 6 ലക്ഷത്തിന്റെ കാര്യം ഇപ്പം മറക്കുക. forget about the 6 lakhs. നിന്റെ കയ്യിലുള്ളതിനെ മറ്റുള്ളവരുടെ ലൈഫിൽ വിതയ്ക്കാൻ പറഞ്ഞു. What you have in your hand, you sow it into others' lives. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ 2 പണികൾ നടക്കുന്നു. At that time, there was 2 types of work ഞാനിത് going on in പലതവണ our church. പറഞ്ഞിട്ടുള്ളതാണ്. I mentioned this earlier. ഒന്നാമത്തത് വേറൊരു സുവിശേഷകന്റെയാണ്. The first work was related to another man അവന്റെ of God. വീടിന്റെ പണി തീർന്നിട്ടില്ല. That house construction was not over. റൂഫ് തീർന്നിട്ടില്ല. The roof was not laid. എനിക്ക് 6 ലക്ഷം രൂപയുടെ ആവശ്യമുള്ള. I have a need of 6 lakhs. അന്ന് 1 ലക്ഷം രൂപ ദൈവം എന്റെ കയ്യിൽ തന്നു. God had given me 1 lakh at that ഞാൻ time. 1 ലക്ഷം രൂപ അവന്റെ കൈ കൊടുത്തിട്ട് I പറഞ്ഞു, took 1 lakh and I put it in his hand and said, നീ നിന്റെ വീട് വാർക്കുക. you must concrete your അവന് house. പറഞ്ഞു, അച്ഛന്റെ വീട് വാർക്കണ്ടേ? But he said, what about your house? ഞാൻ പറഞ്ഞു, അത് ദൈവം നോക്കിക്കോളും. I said, God will take care of ഞാൻ it. അപ്പത്തെ വെള്ളത്തിന് മേൽ I എറിയുകയാണ്. am casting my bread upon the water.
രണ്ടാമത് വേറൊരു വീട്, The second house, അത് ഈ കല്ലുവാതുക്കലാണ്. that is in Kalluvadukal. വീടിന്റെ പണി തീരാറെ കിടക്കുകയാണ്. The work was not over. കിട്ടിയ പൈസ അവന്റെ ലൈഫിൽ കൊണ്ട് The കൊടുത്തു. money that I have, I give it to that person. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് പ്ലീസ്. You mustn't do like this. ചിലപ്പോൾ വലിയ വീട് കിട്ടും. You may get a big house. ദയവായിട്ട് അത് ചെയ്യരുത്. Don't do this because you may get a big house. മൂന്നാമത് വേറൊരു സുവിശേഷകൻ. A third person was another man of God. എന്റെ വീടിന്റെ പണി തീരുന്നതിന് മുമ്പ് Before my work was മൂന്ന് over, വീടിന്റെ പണികൾക്ക് വിതയ്ക്കാൻ the പരിശുദ്ധാത്മാവിനോട് Holy പറഞ്ഞു. Spirit told me to sow into the work of 3 houses. പ്രൊഫറ്റിക്കൽ സോയിങ് ആയിരുന്നു. Prophetic sowing it ഈ was. സോയിങ് കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, After that sowing, the Lord told ഇനി me, ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടാം. now I will intervene in your matter. Wow. Hallelujah. ആ വീട്ടിലാണ് നിങ്ങൾ ഇന്നലെ വന്നത്. That is the house where you came yesterday. എന്ത് പറ്റി എല്ലാവർക്കും? ഈ സീസണിൽ ദാരിദ്ര്യം പൊളിഞ്ഞേ In പറ്റത്തുള്ളൂ. this season, poverty has to be broken. ദാരിദ്ര്യത്തെ എങ്ങനെ പൊളിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. I am telling you how we can break the നിന്റെ spirit of ഞെരുക്കങ്ങളെ poverty. എങ്ങനെ അടിച്ച് നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന് ഞാൻ പറഞ്ഞു I തരാം. am telling you how we can rebuke the devourer from our lives. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. Say hallelujah. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? ഒരു ഹല്ലേലൂയ പറ. കേക്കട്ടെ, ഉറക്കെ പറ. ഇങ്ങനെ ഒത്തിരി വിതച്ചിട്ടു. So many times I've sown like this. വാഹനങ്ങൾ വിതച്ചിട്ടു. I have sown vehicles. ദൈവദാസന്മാർക്ക് വണ്ടി എടുത്തു കൊടുത്തിട്ടു. I have purchased vehicles for men of God. അമ്മേ, ഇപ്പം പറയുന്നു ആരോ ഞങ്ങൾക്ക് എന്താ വാങ്ങിച്ചു തരാത്ത. ദൈവം പറഞ്ഞാൽ വാങ്ങിച്ചു തരും. Someone is asking why I'm not buying for you. If the Lord tells me, I'll do that. മനെ അതുകൊണ്ട് But because of that, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം. because of that, there is a financial freedom I'm ഞാൻ experiencing. എപ്പോഴും പറയാറുള്ള കാര്യം ഒന്നുകൂടെ പറയാം. I want to tell you something I've ഞാൻ always ഒരു said. അംബാനിയുടെ മോനായിട്ട് ജനിച്ചയാളല്ല. I wasn't born as the son of a ഞാനൊരു man. സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നയാളല്ല. I have not come from a wealthy family. സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് I have വന്നയാളാണ്. come from an ordinary agricultural പക്ഷെ family. എനിക്ക് അറിയാമായിരുന്നു എങ്ങനെ സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറക്കാമെന്ന്. But I knew how to open the windows of heaven. എനിക്ക് മനസ്സിലായി എങ്ങനെ എന്റെ വീട്ടിലെ വെട്ടുക്കിളിയെ I ശാസിക്കാമെന്ന്. understood how I can rebuke the locusts from my home. എനിക്ക് മനസ്സിലായി എങ്ങനെ ഒരു തേങ്ങ കൊണ്ട് എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കത്തക്ക നിലയിൽ എന്റെ ദൈവത്തെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. I understood how I can influence God by using one coconut for the glory of God. ആമേൻ. Amen. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇപ്പോ നടത്തുന്ന പ്രധാനപ്പെട്ട വിധകളിൽ ഒന്നാണ്. Now another type of sowing. പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. I don't know if I can share with you. കല്യാണം നടക്കാനുള്ള ദൈവദാസന്മാർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കും. I buy dresses for all the men of God who need to get married. നിന്റെ സമയം എടുത്തു തരാം, നീ സമയത്ത് ഡ്രസ്സ് സ്പോൺസർ ചെയ്യും. I sponsored clothes for those men of God who need to get married. കല്യാണത്തിന് വിളിക്കണമായിരുന്നു കേട്ടോ. ഇതെല്ലാം ലൈഫിനകത്ത് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന വഴികളാണെന്ന് ഞാൻ ഭയങ്കരമായി മനസ്സിലാക്കി. I understood that these are all avenues through which the blessing of God comes into your life. മടങ്ങി വരാം. പറഞ്ഞ വിശ്വാസത്തിന്റെ വിത്ത്. Come on, say with me the seed of faith. അത് എപ്പോഴും എങ്ങനെ എറിയണമെന്ന് ആത്മാവ് നിന്നോട് പറയും. The Holy Spirit will guide you when to throw it, when to sow ആത്മാവ് it. പറയുമ്പോൾ എടുത്തെറിഞ്ഞേക്കണം. The moment that He tells you, sow it. ആമേൻ. കാറ്റ് കാണത്തില്ല, won't see the കോള് wind. കാണത്തില്ല, You won't see the rain. പക്ഷെ വിശ്വാസത്താൽ കുത്തിയ കുഴികൾക്കകത്ത് But the ditches that you have നീ കാണും dug by വെള്ളം faith, വന്ന് you നിറയുന്നത്. will see water filling those ditches. സ്ഥലം പോരാതെ വണ്ണം നീ അനുഗ്രഹിക്കപ്പെടുന്നത് നീ കാണുക തന്നെ ചെയ്യും. You will definitely see the measure of blessing coming into your life in such a way that you can't hold it. അഞ്ചാമത്തെ അനുഗ്രഹമാണ് The fifth type of giving. ആദ്യ ഫലങ്ങൾ. First fruits. ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലം. First fruits. ആമേൻ. ലതാന്റിയുടെ വീട്ടിൽ ചെന്നാൽ ഈ സാധനം സ്ഥിരമാണ്. This is always then ലതാന്റിയുടെ വീട്ടിൽ. Latanti's house. താങ്ക് യു. അതൊരു ടൈപ്പ് ഓഫ് ഗിവിംഗ് ആണ്. It is a type of giving. വേറെ ഒന്നുമില്ല. There's nothing else. കൊടുത്തു വിടുക. ചില വീടുകളുണ്ട് എനിക്ക് പോയി കഴിഞ്ഞാൽ വണ്ടി നിറച്ച സാധനങ്ങളാണ്. If I go to some homes, I get a vehicle load of blessings from എന്റെ them. ലൈഫിൽ ഇതൊന്നും ശീലമില്ലാത്തതാണ്. I am not used to such things. ആമേൻ.
അങ്ങോട്ട് കൊടുത്തേ ശീലമുള്ളൂ. I'm only used to giving. ഇങ്ങോട്ട് വാങ്ങിച്ച് ശീലമില്ല. I'm not used to receiving. പക്ഷേ കോവിഡ് സമയത്ത് തന്നെ ദൈവം ശീലിപ്പിച്ചു. But during the COVID time, God made me learn this. എന്റെ ആ വിഷയത്തിലെ നാണക്കേട് പൊള്ളിച്ചത് രാജൻ പോൾ പാസ്റ്റർ കുടുംബം. Rajan Paul pastor, he broke my shame in this area. എല്ലാ മാസത്തിലും അവിടെ ചെല്ലണം. Every month I have to go there. അമ്മ സഞ്ചി നിറച്ച് സാധനം എടുത്തു തരും. Mom will take a packet full of അജോ things. പാസ്റ്റർക്ക് കിട്ടിയിട്ടുണ്ടോ? അമ്മ കിട്ടിയിട്ടുണ്ടോ? അമ്മേ ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവാസമാർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. They gave all our men of God. ആമേൻ. Amen. സ്തോത്രം. നമ്മുടെ സഭകളിൽ പണ്ട് ഇതൊന്നും നമുക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നില്ല. We don't practice this today, but in the earlier days. പിടിയരി എന്നൊരു സംഭവമുണ്ട്. പിടിയരി എന്ന് പറയാൻ ഇംഗ്ലീഷ് എന്തുവാ അപ്പൊ ഇംഗ്ലീഷ്? പിടിയരിക്ക് ഇംഗ്ലീഷ് അറിയാമോ? അപ്പാ പിടിയരിക്ക് ഇംഗ്ലീഷ് അറിയോ? Handful of rice. പിടിയരി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ രാവിലെ എത്ര അരി വീട്ടിലിടും? Okay. How many cups of rice? വീട്ടിൽ എത്ര നാഴി അരി ഇടും? 2 നാഴി അരി. 2 cups. ഇടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പിടി അരി പാസ്റ്റർ. When you take those 2 cups, 1 handful of rice for the pastor. ഇനി ഓർത്തോണം, ഇനി അതിന്റെ പിടിയരിയുടെ രസം നോക്കിക്കോണം. Now the interesting thing about the handful of rice. ലതാന്റിയുടെ വീട്ടില് In Ladanti's house, ഡബിൾ ഹോഴ്സ് ആണ്. it's a double horse. സുനിതയുടെ വീട്ടില് Sunita's house, ട്രിപ്പിൾ ഹോഴ്സ് ആണ്. it is triple horse. ഡബിൾ ഹോഴ്സിന്റെ ഒരു പിടി, Double horse, 1 handful. ട്രിപ്പിൾ ഹോഴ്സിന്റെ ഒരു പിടി. Triple horse, 1 handful. വിനതയുടെ വീട്ടിൽ പച്ചരിയാണ്. Vinitha has raw rice. പച്ചരിയുടെ ഒരു പിടി. 1 handful of raw rice. ആമേൻ. പാസ്റ്റർ വീട്ടിൽ റേഷനരിയാണ്. Rationary in pastor's ഇതെല്ലാം house. കൂടെ ഒരു പിടി. 1 handful from there. ഇതെല്ലാം കൂടെ പാസ്റ്റർ കൈ കൊണ്ട് തരികയാണ്. They give it to the pastor. ഇതിന്റെ വേവ് എന്താണെന്ന് എനിക്കറിയത്തില്ല. I don't know what the boiling temperature for this. ഭണ്ഡാരോ പറഞ്ഞു ഇങ്ങനെ തിന്നതാ പാസ്റ്റർമാർക്ക് കുട വയറ് ചാടിയതെന്ന്. ആരോടും പറയരുത്, ട്രാൻസ്ലേറ്റ് ചെയ്യരുത് പ്ലീസ്. ഹല്ലേലൂയ. ചർച്ചിനകത്തെ ശീലങ്ങളായിരുന്നു. These were the habits of the church. ദയവേത് Practices of the church. ദയവേത് ചെയ്യരുത്. Please don't do it. ചിലപ്പോൾ എന്നെ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. എന്നെ ശ്രദ്ധിച്ച് ഇത് ഈ പ്രസംഗം ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതങ്ങനെ ഫയറും ബഹളമൊന്നും അല്ല. ഇതിങ്ങനെ നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറണം. മനസ്സിലാവുന്നുണ്ടോ? പിടിയരി എന്താ? Handful of rice. മാങ്ങ കായ്ച്ചു തുടങ്ങി. അപ്പാ മാങ്ങ ഓമയ്ക്ക. When the mango is getting ripe. എനിക്കറിയാം കൈയടിക്കുന്നത്, എനിക്കറിയാം. വേറെ ആരും കൈയടിച്ചില്ലെങ്കിലും ഈ ആൾ ഇതിനെ കൈയടിക്കും. ആമേൻ. Amen. ഹല്ലേലൂയ. എല്ലാ മാസത്തിന്റെ ആരംഭത്തിൽ At the beginning of every month, വണ്ടിക്കകത്ത് സാധനം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. I know people who bring me a vehicle load of things. നിങ്ങൾ എല്ലാവരും അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരരുത്. You don't buy for me and come. ആമേൻ. Amen. ഫസ്റ്റ് ഫ്രൂട്ട്. First fruits. ഞങ്ങൾ മാർത്തോമ ചർച്ചിലായിരിക്കുമ്പോൾ When we were in the Marthoma church, ആദ്യ ഫലശേഖരം എന്നൊരു സംഭവമുണ്ട്. we had something called the first fruits harvest. ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിനൊന്ന് വായിച്ചേ. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 35, 36, 37. Nehemiah chapter 10 verses 35, 36, 37. ഇതൊക്കെ അതിനകത്ത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. എല്ലാ ചർച്ചിൽ വരുമ്പോൾ എപ്പോഴും രോഗസൗഖ്യം വിടുതലും മാത്രമല്ല, ഇതൊക്കെ ചർച്ചിനകത്തുള്ള സാധനമാണ്. These are all parts. നെഹമ്യാവ് 10:35 പെട്ടെന്നെടുത്തോ. കിട്ടിയില്ലയോ? ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവഫലങ്ങളുടെയും ആദ്യ ഫലങ്ങളും കൊണ്ടു ചെല്ലേണ്ടതിനും 56 ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ പുത്രീപുത്രന്മാരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളുടെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളുടെയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുചെല്ലേണ്ടതിനും കപ്പയും കാച്ചിലും ചേമ്പും മാത്രമല്ല. Not just the first fruits of the crops and trees. അതിനകത്ത് ആദ്യം ജനിച്ച പയ്യനുണ്ട്. The firstborn of the sons. ആദ്യം ജനിച്ച പശുവുണ്ട്. The firstborn of the cattle. ആദ്യം ജനിച്ച ആടുണ്ട്. The firstborn of the sheep. സജി ബ്രദറെ എന്ത് പറ്റി? വാസന്തി ആന്റി ഇവിടെ ഉണ്ടോ? ഇന്നലെ എനിക്ക് കിട്ടി, ഞാൻ തന്നില്ല ആർക്കും. ഇന്നലെ രഹസ്യമായിട്ട് വീട്ടിൽ എനിക്കൊരു സാധനം കൊണ്ട് തന്നു. ഞങ്ങളുടെ പേരയ്ക്കകത്ത് പഴുത്ത ആദ്യത്തെ പേരയ്ക്ക പാസ്റ്റർക്ക് ഇരിക്കട്ടെ. First guava, it's for you, pastor. എല്ലാവർക്കും കൈയടിക്കാൻ പറ്റത്തില്ല. എന്റെ കൈയടിക്കണ്ട, കൈയടിക്കാൻ
ടൈപ്പ് ഓഫ് ഗിവിങ്സാ ഞാൻ പഠിപ്പിക്കുന്നത്. ടൈപ്പ് ഓഫ് ഗിവിങ്, കൊടുക്കുന്ന രീതികൾ. The type of giving. ആമേൻ. Amen. നമ്മൾ ഒരു പ്രാവശ്യമാണ് നമ്മളിങ്ങനെ ആദ്യ ഫലം നമ്മൾ ശേഖരിച്ചതല്ലേ? It's the first time that ഓർമ്മയുണ്ടോ? we gathered together the first fruits. നമ്മുടെ പഴയ ചർച്ചനകത്ത് മെറാക്കി എന്ന് പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് അല്ലേ, ചക്ക, ഒരു ചക്ക വിറ്റുപോയത് എത്ര രൂപയ്ക്കായിരുന്നു? 900 അല്ലേ, 8000 രൂപയ്ക്ക്. ചേമ്പ് എത്ര രൂപയ്ക്കാ വിറ്റ്? 5000 രൂപയ്ക്ക് ചേമ്പ് വിറ്റു. എന്താ 300 രൂപയ്ക്ക് ചേമ്പ് അവിടെ കിട്ടത്തില്ലേ? പക്ഷെ ഇതല്ല, ഇത് വേറൊരു ടൈപ്പ് ഗിവിംഗ് ആണ്. This is another type of giving. മിക്കവാറും ഈ വർഷം നമ്മൾ ഒന്നുകൂടെ ഇതിനെ ശേഖരിക്കും. Most probably this year again we are going to gather like this. സഹോദരന്മാരുടെ ഭാഗത്ത് കൈയടി ഞാൻ കണ്ടില്ല. സ്വോത്രം സ്വോത്രം സ്വോത്രം. ടൈപ്പ് ഓഫ് ഗിവിംഗ് ആണ്. This is a type of giving. ഓക്കേ, മടങ്ങി വരാം. Let's come back. നാലാമത്തെ ടൈപ്പ് ഗിവിംഗ്, ആറാമത്തെ ടൈപ്പ് ഗിവിംഗ് The ആണ് sixth type of giving. ഓണറേറിയം. Honorarium. എന്താ ഈ ഓണറേറിയം എന്ന് പറയുന്നത്? എന്താ അതിന്റെ അർത്ഥം? What does it mean? അത് ബൈബിൾ പറയുന്ന പേരാണ് It is a word that the Bible mentions. പ്രവാചകന്റെ സ്തോത്ര കാഴ്ച. The offering to the prophet. എന്തുവാ? The prophet's offering. പ്രവാചകന്റെ സ്തോത്ര കാഴ്ച പറഞ്ഞേ. The prophet's offering. അയ്യോ, ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ഇവരാരും അടുത്ത ആഴ്ച വരാതിരിക്കല്ലേ? നിങ്ങൾ സ്തോത്ര കാഴ്ച തന്നില്ലേലും സാരമില്ല, നിങ്ങളിവിടെ വന്നാ മതി. പക്ഷെ ഇതെനിക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. I have to teach you about these എന്തോ things. പ്രവാചകന്റെ സ്തോത്ര കാഴ്ച പറഞ്ഞേ. Say with me, the prophet's offering. ആമേൻ. എന്തോ ഈ പ്രവാചകന്റെ സ്തോത്ര കാഴ്ച എന്ന് What പറഞ്ഞാൽ do we mean by the prophet's ഈ offering? ശമ്പളമല്ലാതെ എല്ലാ സേവനങ്ങൾക്കും നൽകുന്ന ഒരു പ്രതിഫലം. It is a reward that you give not as a salary but as a response to the services that you're getting. ഓണറേറിയം എന്നാ പറയുന്നത്. It's mentioned as honorarium. ആമേൻ. വേദപുസ്തകത്തിനൊക്കെ തെളിവുണ്ടോ? Do we have an evidence in the Bible? വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം ഞാൻ വായിക്കത്തില്ല. I won't tell you anything that's not in 1 the ശമൂവേൽ Bible. 9:7 വായിര്. 1 Samuel chapter 9 and verse 7. 1 ശമൂവേൽ 9:7. 1 Samuel 9 and verse 7. ഈ ദൂത് കേട്ടിട്ട് വേണം നമ്മുടെ സമ്പത്യത്തിന്റെ കെട്ടെല്ലാം പൊട്ടാൻ. ശൗൽ തന്റെ ഭൃത്യനോട്, നാം പോകുന്നു എങ്കിൽ ആ പുരുഷൻ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? ദൂത് കേൾക്കാൻ പോവാ. They're going to hear a prophecy from the man of God. ഇങ്ങോട്ട് നോക്ക്, സ്ക്രീനിൽ നോക്കല്ലേ. വേവേ കണ്ടോ? കണ്ടോ? എല്ലാരും കണ്ടോ? കാണാത്ത ആരെങ്കിലും ഉണ്ടോ? സിജു ബ്രദറെ കണ്ടോ? ബിനിച്ച കണ്ടല്ലോ അല്ലേ? ശൗൽ തന്നെ പ്രതി നാം പോകുന്നുവെങ്കിൽ ആ പുരുഷൻ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ. The food in our sacks is gone. ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ. We have no gift to take to the man of God. നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. What do we have? He asked. എട്ടാം വാക്യം. Next verse. നോക്കണോടാ. ഭൃത്യൻ ശൗലിനോട്, എന്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്. I have a quarter of a shekel of silver. അത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം. I will give it to the man of God. അവൻ നമുക്ക് വഴി പറഞ്ഞു തരും. He will tell us what way to take. ദൂത് കേൾക്കാൻ പ്രവാചകന് കൊടുക്കുന്ന സ്തോത്രകാഴ്ച. The offering that you're giving to the prophet to receive a word. അങ്ങനെയുണ്ട് സ്തോത്രകാഴ്ച. That is that type of offering. ഞാൻ പറഞ്ഞു, ഇതിനെ കുറിച്ചൊന്നും ആരും പ്രസംഗിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. I have not heard anyone preach about these things. കാര്യം ഗിവിങ്ങിന്റെ കാര്യം പറയാൻ എനിക്ക് ഇത്രയും നാൾ അഭിഷേകമില്ലായിരുന്നു. Because till now I didn't have the anointing to teach about giving. പക്ഷേ ഈ ദിവസങ്ങളിൽ ഭയങ്കര അഭിഷേകമാണ്. But in these days I have a mighty anointing to teach. പറഞ്ഞ ഓണറേറിയം. Honorarium. പ്രവാചകന് കൊടുക്കുന്ന സ്തോത്രകാഴ്ച. The offering to the prophet. ദൈവദാസന്മാരെ പറയട്ടെ, നമ്മളെല്ലാം മിനിസ്ട്രിക്ക് പോകത്തില്ലേ? അജോ പാസ്റ്റർ മിനിസ്ട്രിക്ക് പോകും. Ajo pastor will go to ministry. ബെന്നി പാസ്റ്റർ എല്ലാരും മിനിസ്ട്രിക്ക് പോകും. All will go for ministry. നമ്മൾ മിനിസ്ട്രിക്ക് പോകുമ്പോൾ മിനിസ്ട്രി ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് ഓണറേറിയം തരും. In the place that we minister, they will give an honorarium. ചിലപ്പോ 500 തരും, 2000 തരും, 5000, 10000 തരും. They will give you different amounts. പക്ഷേ ഈ ഓണറേറിയത്തിനകത്ത് ഒരു പ്രശ്നമുണ്ട്. But there's a problem in the honorarium. നിയോഗമില്ലെങ്കിൽ വാങ്ങിക്കരുത്. If you don't have a leading from the Lord, don't take it. നയമാന്റെ അടുക്കൽ എലീശ ചെന്നു. Elisha went to Naaman.
എലീശായുടെ കുഷ്ഠം മാറ്റുന്ന ഒരു ശുശ്രൂഷ അവൻ ചെയ്തു. He did a ministry that removed his leprosy. ഒരു Naaman compelled him to receive an offering. He's compelling him. Yes, your debt will be cleared, your car loan will be cleared, you will have a new house. It's an offering that will change your entire situation. But Elisha understood, I should not touch this offering. അവൻ അതിനെ ഒഴിവാക്കി. അവിടെ He avoided him. മിനിസ്ട്രിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, In ministry, one of the main things we must be careful of. ഒരിക്കലും മണി മൈൻഡഡ് ആയി നമ്മൾ മിനിസ്ട്രി ചെയ്യരുത്. You must never do ministry for the sake of getting money. കാര്യം, Because ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന്റെയും മൂല കാരണമാണ്. greed, the love of money is the root of all evil. As long as we don't have greed, we will be full of peace and joy. But if greed gets into our hearts, there will be disunity there. There will be pride and arrogance there. God will give a reward for the ministry we are doing. ഒരു സ്കൂൾ അധ്യാപകന് 50,000 60,000 രൂപ സാലറി ഉണ്ട്. A school teacher will give 50,000 60,000 rupees. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നയാളാണ്. He's a person who teaches ഒരു the വില്ലേജ് children. ഓഫീസർക്ക് 1,00,000 രൂപ സാലറി A കാണും. village officer may get 1 lakh. അവൻ വില്ലേജിന്റെ ജോലി ചെയ്യാണ്. He's doing the work of the village. പക്ഷെ നീ ആത്മാക്കളെ നേടുന്നവനാണ്. But you are someone who is നീ winning souls. പൈശാചിക ശക്തികളോട് യുദ്ധം You are ചെയ്യുന്നവനാണ്. fighting the works of നീ forces of ഇരുട്ടിന്റെ darkness. ശക്തികളോട് You പോരാടുന്നവനാണ്. are doing warfare against the evil നിനക്കൊരു works of ഫിക്സഡ് darkness. സാലറി ഒന്നും വെച്ചിട്ടില്ല. You don't have a fixed salary. പക്ഷെ എന്റെ ദൈവം നിന്നെ മാനിക്കുന്ന നിലയിൽ എന്റെ ദൈവം കാര്യങ്ങൾ ചെയ്തു But my തരും. God will do things in a way that honors you. Hallelujah. എന്റെ കൂടെ ഉണ്ടോ? Are you with me? പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ But when it comes into your hand, ഓർക്കണം, ഇത് ഞാൻ വാങ്ങിക്കേണ്ടതാണോ? you must ask, should I take ഇത് this? ദൈവഹിതമാണോ? Is this the will of God for me to receive? ദൈവഹിതമല്ലെങ്കിൽ If it's not the will of God, ഒഴിവാക്കിയേക്കുക. you must just leave it. എന്റെ കൂടെ ഉണ്ടോ? ഈ ഓണറേറിയത്തിന്റെ പ്രത്യേകത ഏതാണ്? So this is the speciality of the honorarium. എല്ലാത്തിനും കയറി ആമേൻ പറയരുത്. Don't say amen to everything. നിനക്ക് സ്വർഗമാണ് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. Heaven is the one that meets your needs. നമുക്ക് സാലറി തരുന്ന ദൈവമാണ്. Our salary comes from God. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ If there's പറ. anyone who believes, say hallelujah. താങ്ക് യു ദൈവം. അത് നിന്റെ ശുശ്രൂഷയോടും നിന്നോട് നീ പറയുന്ന ദൂതിനോടും മറ്റുള്ളവരെ കാണിക്കുന്ന ആദരവും ബഹുമാനവുമാണ് ഓണറേറിയം. Honorarium is the honor, the respect that people are showing towards your ministry, towards the word that you have spoken. നമ്മൾ വിളിക്കുന്ന ഗസ്റ്റിന് നമ്മൾ പൈസ കൊടുക്കാറ്. We give money to the guests that we receive in our നിങ്ങൾ house. ഫാസ്റ്റിംഗ് പ്രയറിൽ സംബന്ധിക്കാറില്ലേ? Have you not attended fasting prayers? നിങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ മീറ്റിംഗിൽ സംബന്ധിക്കാറില്ലേ? Have we not attended our special meetings? നമ്മൾ വരുന്നവർക്കെല്ലാം വളരെ മാന്യമായ നിലയിൽ ഓണറേറിയം കൊടുക്കാം. We give honorarium in a very honorable way to all those who come to minister. ഞങ്ങൾ പഴയ ചർച്ചിലായിരുന്നപ്പോൾ, When we were in our old church, ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ when the fasting prayer goes ഞങ്ങൾ on, 17 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. there were 17 families in ഈ that church. 17 കുടുംബങ്ങളോടും പാസ്റ്റർ The പറയും, pastor will tell all the 17 families, ഉപവാസ പ്രാർത്ഥനയുടെ വരവ് ചില കാര്യങ്ങൾക്ക് എത്ര രൂപ കൊടുക്കും, എഴുന്നേറ്റ് പറയാൻ പറയും. each family has to mention how much they will give for the needs of the fasting prayer. 17 കുടുംബവും പറയുന്നവരെ പാസ്റ്റർ ഇരിക്കത്തില്ല. Till the 17 families mention the amount they will give, the pastor will not sit. 7 വർഷമായി ഇവിടെ മീറ്റിംഗ് നടക്കുന്നു. 7 years now since the meetings are going on here. ഇവിടെ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. I have never told you anything, പക്ഷെ പറയേണ്ട സമയമായി. but the time has come for me to share it. നിങ്ങൾ എന്തൊന്നും മിണ്ടാത്ത? ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റർ എൻ്റെ ഒരു പങ്ക്. So pastor, this is my portion for the fasting prayer. VBS ന് പാസ്റ്റർ എൻ്റെ ഒരു പങ്ക്. Pastor, this is my portion for the VBS.
അടുത്ത ആഴ്ച മുതൽ ഫയർ മെസ്സേജ് പറയാം പ്ലീസ്. Next week onwards, I'll preach 5 messages. ആമേൻ. Amen. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? പക്ഷെ ഇവിടുത്തെ ഒരു കാര്യങ്ങളും മുടങ്ങിയിട്ടില്ല. But not even one need in our church has not been met. കർത്താവ് എനിക്ക് തന്നതും നിങ്ങൾ തന്നതും നാട്ടുകാർ തന്നതും വീട്ടുകാർ തന്നതും എല്ലാം ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. What the Lord gave, what you gave, what others gave, everything was used for the needs of the church. ആമേൻ. Amen. ഇനിയും ചിലവാക്കും. Again, we will use it for that. എനിക്ക് നല്ല ഉറപ്പാണ്. I am certain about this. എറിയുന്ന അപ്പം കുറെ കഴിയുമ്പോൾ തിരിച്ചു. Because when I cast my bread upon the water, it will come back. അമർത്തി കുലുക്കി കവിയുന്ന ഒരു വലിയ പങ്ക് ഞാൻ അനുഭവിക്കും, എനിക്ക് ഉറപ്പാണ്. I am sure that pressed down, shaken together, overflowing, God will return. ആ ഓണറേറിയത്തെ കുറിച്ചാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. വചനം പഠിക്കുന്നവൻ വചനം പഠിപ്പിക്കുന്നവന് സകല നന്മയിലും ഓഹരി കൊടുക്കണം. It is that honorarium that Paul talks about in Galatians. The one who is instructing you in the word, you must give a portion to them. Amen. Hallelujah. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓണറേറിയം The എന്ന same word വാക്കാണ്. is used over there, honorarium. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. That you can give according to your ഞാൻ capacity. ഓർക്കുന്നു പണ്ടൊരു സഭയിൽ, ഞങ്ങളായിരുന്നു പഴയ സഭയിൽ, In an old church that I was part of, ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കുക. there was a prayer going on in അന്ന് the ഈ house. വീട്ടിലെ പ്രാർത്ഥനകൾക്കൊക്കെ ഗസ്റ്റിനെ വിളിക്കും. And guests were invited to such meetings in those days. ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ഒരു വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ചെലവാണ്. And it's very expensive when we receive guests into നമ്മൾ our അങ്ങനെ house. ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. We don't practice that here. നമ്മുടെ ദൈവദാസന്മാര് വരും, അജോ പാസ്റ്റർ വരും, ബിനോയ് പാസ്റ്റർ വരും, ബോസ് പാസ്റ്റർ വരും, സഞ്ജു പാസ്റ്റർ വരും, ബെന്നി പാസ്റ്റർ വരും. നിങ്ങൾ വല്ലതും കൊടുത്താലായി കൊടുത്തില്ലേലായി, അങ്ങനല്ല. Because all our men of God are coming, and if you give, you give. That's all. നിങ്ങൾ ചെല്ലണ്ടെന്ന് കേട്ടോ. നിങ്ങൾ എങ്ങനെ ചെല്ലേണ്ടത് മനസ്സിലാക്കിയത്. വീട്ടിൽ പ്രാർത്ഥനകൾ നടക്കും. So prayer is going on. നല്ലൊരു പങ്ക് ദൈവദാസന്മാർക്ക് കൊടുത്തു വിടും. They give a good portion to the men of God. നമ്മുടെ ഈ പുതിയ ചർച്ചകൾക്ക് ഇതൊന്നും അറിയത്തില്ല. Our new churches don't know this. ദേവതയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുക. Prayer is going on. ദേവത എന്നോട് പറയണം, പാസ്റ്റർ ഒരു പ്രൊഫറ്റിനെ വിളിക്കണം. You must say, oh, I want to call a prophet. അപ്പോൾ ഞാൻ ചോദിക്കും, എനിക്കൂടെ സമ്മതമുള്ള ആളെ ഞാൻ വിളിക്കാൻ സമ്മതിക്കത്തുള്ളൂ. So I love you to receive a prophet that I കാര്യം agree with. വിളിക്കുന്നയാൾ ട്രാപ്പ് ചെയ്യത്തില്ലെന്ന് എനിക്ക് ബോധ്യം വരണം. Because I need an assurance that that prophet will not trap you. അപ്പോൾ ആ ആളിനുള്ള സാമ്പത്തികം രേവതി അവിടെ കരുതി വെച്ചിരിക്കണം. And the portion of income that you offering that you have to give, you have to അങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾ പോയി. So we went to a house like that. വർഷങ്ങൾ പഴക്കമുള്ള ഒരു രോഗത്തെ അന്ന് ആ ദൈവദാസനിൽ കൂടെ സൗഖ്യമായി. The sickness that was there for a long time got healed through that man of God that day. ആ അസുഖം ചികിത്സിക്കാൻ വേണ്ടി 5 ലക്ഷത്തിലധികം അവർ ചിലവാക്കി. They had spent more than 5 lakhs to treat that sickness. പോകാൻ നേരത്തെ എന്നോട് ആ വീട്ടുകാർ ചോദിക്കുക, And when I was leaving that house, the family members asked me, 300 രൂപ കൊടുത്താൽ മതിയോ? is it enough to give 300 rupees? ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്കിത് നിർബന്ധമില്ലല്ലോ. I said, yeah, if you want to give 300, give. 6 ലക്ഷം ചികിത്സിച്ചിട്ട് സൗഖ്യമാകാത്ത രോഗം അഭിഷക്തൻ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയപ്പോ 300 രൂപ കൊടുത്താൽ മതിയോ? A sickness that was not even cured by paying 6 lakhs, you're paying only 300 to the man of God who had to get sick. You don't have to give. Don't give. ആ അഭിഷക്തൻ വന്നു നിന്റെ പൈസയ്ക്ക് വേണ്ടി അല്ല. Because the man of God didn't come for your money. പക്ഷെ നീ പ്രാപിച്ച അനുഭവങ്ങൾക്കനുസരിച്ച് വിതയ്ക്കാൻ നീ പഠിക്കണം. But you must learn to sow according to the measure that you have received from God. നീ ഒരു ദൂതിന് കൊടുക്കുന്ന വിലയാണ് ആ ദൂത് നിന്റെ ലൈഫിൽ എഫക്റ്റ് ആകുന്നത്. According to the price that you pay into a prophetic word, that prophecy will bear fruit in your life. ആമേൻ. Amen. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നീ ആ ദൂതിന് കൊടുക്കുന്ന വിലയാണ്. It is the price that you're paying for that prophetic word. ആമേൻ. ഞാൻ മടങ്ങി അവിടുന്ന് വരട്ടെ. ഇന്നും പുതിയ നിയമത്തിലോട്ട് കയറാൻ പറ്റുന്നില്ല. ഓടിക്കേറും. അവസാനത്തെ The last type of giving. സാക്രിഫിഷ്യൽ ഗിവിംഗ്. Sacrificial giving. എന്തുവാ? Sacrificial giving. എന്ന് പറഞ്ഞാൽ അത് പേഴ്സിന്നൊന്നും അല്ല സാജി ബ്രദറെ എടുക്കുന്നേ. That is not taken from your purse. തന്നെ അത് പേഴ്സിന്നൊന്നും അല്ല എടുക്കുന്നേ. That is not taken from your purse. ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നീ കൊടുക്കും. That is taken from your heart and you give it. ആ ഹൃദയത്തിൽ നിന്ന് ചിലപ്പോൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ. And sometimes when you take it from your heart, ഗിവിങ്ങിന്റെ എല്ലാ
തിയോളജികളെയും പൊട്ടിച്ചായിരിക്കും നീ അവിടെ ഗിവ് ചെയ്യുന്നത്. You give over there, breaking every theology of giving. ഗിവിംഗിന്റെ എല്ലാ ദൈവശാസ്ത്രത്തെ നീ പൊളിക്കും. You break down every theology that's there concerning നീ അവിടെ giving. കൊടുക്കുന്നത് ദശാംശമല്ല. Because what you give there is not നീ tithe. അവിടെ കൊടുക്കുന്നത് ഒരു നേരത്തെ ആഹാരമല്ല. What you give there is not just one type of അവിടെ food. നീ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കും. You are giving what is dear to you to someone who is dear to you. ആ കൊടുക്കൽ ആദ്യം കാണിച്ചത് അബ്രഹാമായിരുന്നു. ദശാംശം മാത്രമല്ല, തന്റെ ഏകജാതനായ പുത്രനെ തമ്പുരാൻ ചോദിച്ചപ്പോൾ സാക്രിഫിഷ്യലി ഫെയ്ത്ത്ഫുള്ളോടെ എടുത്ത് യാഗപീഠത്തിൽ കേറ്റിക്കിടത്തി. The first person who did that kind of offering was Abraham. Not just a tithe. When the Lord asked him to give his only son, his beloved son, he laid him down as a burnt offering. ആ ഗിവിംഗിന്റെ എക്സ്ട്രീം കാണിച്ചത് ആരെന്നറിയാവോ? Do you know who showed the extreme of this kind of giving? പിതാവായ ദൈവം. It was God the Father. പിതാവായ ദൈവം ലതാന്റിയെ സ്നേഹിച്ചത് എങ്ങനെയാ കാണിച്ചത്? How did God the Father show that he loved the തന്റെ world? ഏകജാതനായ പുത്രനെ സാക്രിഫിഷ്യലി നിനക്ക് തന്നിട്ട് സ്നേഹം എന്താണെന്നും ഗിവിംഗ് എന്താണെന്നും അവൻ കാണിച്ചു തന്നു എന്ന് ഞാൻ Giving പറയുന്നത്. his son as a sacrifice for you, he showed you what true love is, what true giving is. എത്ര പേർ സാക്രിഫിഷ്യലി കൊടുത്തു? How many of you have ever given sacrificially? പെയിൻ തോന്നുന്ന കൊടുക്കലും. In a way that pains you, you give. ഒരു 500 രൂപ കൊടുത്താൽ എനിക്ക് സംബന്ധിച്ച് പെയിൻ തോന്നാറില്ല. When I give 500, it doesn't pain me. കാര്യം എന്റെ കയ്യിൽ 500 രൂപ കാണുമ്പോൾ. Because I always have 500 rupees. സാക്രിഫിഷ്യൽ ഗിവിംഗ് പറഞ്ഞേ. Sacrificial giving. അങ്ങനെ കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? Is there anyone who has given like അവന്റെ that? വിതയിൽ ഏറ്റവും വലിയ വിത അതാണ്. That is the greatest type of giving. ആ ഇസഹാക്കിനെ നോക്കിയിട്ട് ദൈവം പറയുന്നേ, That Isaac, God looked at and said, നീ ഒരു ജാതിയായി മാറും. you will become a nation. നിന്നെ വേറൊരു നിലയിൽ എന്റെ ദൈവം മാനിക്കും. God will honor you in such ways. ഈ സീസണിൽ In this season, ഈ കൊടുപ്പുകളെല്ലാം നമ്മൾ ശീലിക്കണം. we must learn to give in all these type of ഓഫറിംഗ് things. ശീലിക്കണം. We must learn to give the offering. ടൈത്ത് We must ശീലിക്കണം. learn to pay the tithe. പ്രൊഫറ്റിക്കൽ സീഡ് We സ്വീകരിക്കണം. must learn to sow the prophetic seed. ശീലിക്കണം. ഓണറേറിയം We ശീലിക്കണം. must learn to give the honorarium. ഫെയ്ത്തിന്റെ സീഡ് ശീലിക്കണം. We must learn to sow the seed of faith. സാക്രിഫിഷ്യൽ സാധനം We സ്വീകരിക്കണം. must learn to give sacrificially. ഇതെല്ലാം ശീലിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്ത് പിന്നെ ഒരിക്കലും കൊടുക്കുകയും വേണ്ട. If after 1 year you have given like this and you have suffered loss, don't give again. കൊടുത്ത ആരും നശിച്ചിട്ടില്ല. But I'm sure that not even one person who has given like this has ever suffered ഇനി loss. ശ്രദ്ധിച്ചു കേൾക്കുക. Now listen carefully. 10 മിനിറ്റൂടെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാര്യം പറയാം. 10 minutes more I will share from the New Testament. അടുത്ത ആഴ്ചയും കൂടെ ഞാനത് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സാഡ് ആകും. If I talk about this next week also, you will feel more sad. നിങ്ങൾ സാഡ് ആകണ്ട. I don't have to feel നിങ്ങൾ sad. ഈ കാര്യം മനസ്സിലാക്കുക. You must understand. ഞാൻ ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. I was blessed in this manner. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വഴിയെ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. And I have to teach you the way that I got blessed. അമ്മ ഞാൻ ലോട്ടറി എടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ആളാണെങ്കിൽ ഹരിയേട്ടനോട് പറഞ്ഞാൽ ലോട്ടറി എടുത്താൽ മതി. If I got blessed by getting winning a lottery ticket, I would have told you that. അല്ല ഹരിയേട്ടാ, But that's not the way. ഞാൻ ഇങ്ങനെ I അനുഗ്രഹിക്കപ്പെട്ട. was blessed in this manner. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ. Step by step by step. ഇനിയും കൊടുക്കാൻ മടിയില്ല. I am not hesitant to giving ഒരു again. മടിയില്ല. I have no hesitation in giving. എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കൊടുക്കും. Because all my needs will be കാര്യം met. ഞാൻ ലോകത്തിൽ ഏറ്റവും അധികം പലിശ കിട്ടുന്ന ബാങ്ക് എന്ന് ഞാൻ കണ്ടത് ദൈവരാജ്യം. Because I saw the bank that gives the greatest interest to what you sow is the kingdom of heaven. 100% പലിശ കിട്ടുന്ന ലോകത്തിൽ ഒരു ബാങ്കും ഇല്ല. There's no other bank that gives you 100% interest. 100 മടങ്ങ് ദൈവം നിനക്ക് തിരിച്ചു തരുമെന്നാ God പറഞ്ഞത്. will give you 100-fold in return. Amen. എത്ര? ഉറക്കെ പറ. Tell me. 100 മടങ്ങ് പറഞ്ഞു. 100-fold return. അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ വിറ്റുകളഞ്ഞാൽ If you give up your father, mother, fields and houses, ഇവർക്ക് എത്ര മടങ്ങാ? how much you will get? 100 മടങ്ങ്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടോ? 100-fold return. അത് വേണ്ടെന്ന് പറഞ്ഞാൽ 100 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാനൊക്കത്തില്ല. ലതാന്റി പറഞ്ഞ ദാഹമില്ലെന്ന് ആര് പറഞ്ഞ മര്യാദ കുടിക്കാൻ പറയാം. 100 ഗ്ലാസ് കുടിച്ചേ വരത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടോ? കൽപ്പന ചേച്ചി പറ, എനിക്കിപ്പോ വിശപ്പില്ല. ആര് പറഞ്ഞ വിശപ്പ്? കഴിച്ചേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ രീതി ഇതാണ്. നീ കഴിച്ചില്ലെങ്കിൽ നിന്റെ തലമുറകളെ ഞാൻ കഴിപ്പിക്കും. ഇതാണ് ഇവിടുത്തെ രീതി. This is the way the kingdom of God works.
തലമുറകളെല്ലാം പറയും വിശപ്പില്ല, കൊച്ചുമക്കളെ തീറ്റിപ്പിക്കും. If the മേളി വന്നിട്ട് പറയരുത് ഞാൻ തിരിച്ചു തന്നില്ലെന്ന്. ഇവിടെ നീ അനുഗ്രഹം അനുഭവിച്ച് നിന്റെ ഊപ്പാട് വരും. God will make you, God will set അങ്ങനെ ഞാൻ പറയും, നീ അനുഗ്രഹം അനുഭവിച്ച് നിന്റെ ഊപ്പാട് വരും. ട്രാൻസ്ലേഷൻ ഇല്ലയോ? ആ പറ. ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ചിലർ അവരും അനുഗ്രഹിക്കപ്പെടണം. you will be blessed in such a way that you tell the Lord, Lord, stop, I can't handle it anymore. ഊപ്പാടിന് എന്തോ ഇംഗ്ലീഷ് പറഞ്ഞു? സ്വോത്രം. എന്തോ ഫെഡപ്പ് ആകുവാ. Fed up. Thank you. നീ അനുഗ്രഹിക്കപ്പെട്ടു ഫെഡ. എന്റെ ദൈവമേ, ഇത്രയും വീടിന്റെ ടാക്സ് ആര് കൊടുക്കും? ഇത്രയും കാറിന്റെ ഇൻഷുറൻസ് ആരടയ്ക്കും? ഇത്രയും തുണിയും കൂടെ ആരലക്കി തരും? നീ ഫെഡപ്പ് ആകുന്ന നിലയിൽ എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ. God will bless you in such a way that you get so fed up. Hallelujah. ഇത്രയും പറമ്പും വസ്തുവും കൂടെ ആര് നോക്കാനോ? You will ask, how can I take care of all ഈ these 3 lands സെന്റ് and വസ്തുവാണെങ്കിൽ fields? കൂടെ 30 ഏക്കർ, ഒരെണ്ണം 10 ഫ്ലാറ്റ്, കൊച്ചിയിൽ 4 മാമൻ, കാസർഗോഡ് 5 മാമൻ, ബുർജ് ഖലീഫയിൽ നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഇതെല്ലാം കൂടെ ആരും നോക്കാനാ? നീ അനുഗ്രഹം അനുഭവിച്ച് ഫെഡപ്പാകും. ഇത് തന്നെ അബ്രഹാമിന്റെ അനുഗ്രഹം. അവനെ ദേശത്ത് വാഹിക്കാൻ വയ്യാതായി. Abraham became so great that the land could not contain Abraham, and all his blessings you will be blessed in such a way. വാഹിക്കാൻ വയ്യാതായി. They could not hold it, they could not contain him. അവനെ ഒരു റാലി പോകുന്നതൊക്കെ അനുഗ്രഹം പോന്നേ. As it's like a rally that Abraham is traveling. ആദ്യം കുറെ ആട് പോയി. First the sheep went. അതങ്ങ് തീർന്നെന്ന് വിചാരിച്ചു. They thought it's over with that. പിന്നാണ് പശു. Then the cows came. ഇതുങ്ങൾ പോയിട്ട് വേണം ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ. After the cattle go, we need to cross the road. നീ ഫെഡപ്പാകും പിശാചേ. ഹല്ലേലൂയ. പിന്നെ ഒട്ടകം, പിന്നെ കൃഷി, ആട്, മാട്. അവസാനം പറയാം ദേശം വിട്ടുപോ. നിന്നെ വാഹിക്കാൻ വയ്യ. നിന്റെ നാട്ടുകാരും വീട്ടുകാരും ഇത് തന്നെ നിന്നെ കുറിച്ച് പറയിപ്പിക്കും മക്കളെ. The people in your home, your neighbors will tell you, we can't contain you. ഞങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്ന ആൾക്കാരാണ്. We experience all this. എന്നെ അനുഗ്രഹിച്ച ദൈവം ടോണി അനുഗ്രഹിക്കില്ല. The Lord who blessed me will bless Tony. അതിനകത്ത് എനിക്ക് ഡൗട്ട് ഇല്ലെന്ന്. I have no doubt about it. എന്നെ അനുഗ്രഹിച്ച ദൈവം ഡാനി അനുഗ്രഹിക്കും. The Lord who blessed me will bless Danny. എന്നെ അനുഗ്രഹിച്ച ദൈവം ലിയോയെ The അനുഗ്രഹിക്കും. Lord who blessed me will bless Leo. എന്നെ അനുഗ്രഹിച്ച ദൈവം റോഷനെ The അനുഗ്രഹിക്കും. Lord who blessed me will bless Roshan. എന്നെ അനുഗ്രഹിച്ച ദൈവം ജോർജാനെ The അനുഗ്രഹിക്കും. Lord who blessed me will bless George. എനിക്ക് അതിനകത്ത് ഡൗട്ട് ഇല്ല. I have no doubt about പക്ഷെ it. ഞാൻ വന്ന വഴി ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. But you must understand that this is the path ഞാൻ that I came on. അനുഗ്രഹിക്കും. പറ അനുഗ്രഹിക്കും. He will bless you. അടുത്ത തട്ടിയിട്ട് പറ ദൈവം നിന്നെ അനുഗ്രഹിക്കും. Touch the person next to you and say, God is going to bless you. രണ്ട് ഇടിയൊക്കെ കൊടുത്തിട്ട് പറ. Come on, hit them and say, God will bless you. ഞാൻ ഇടിയൊക്കെ കൊടുത്തിട്ട് പറ. Come on, hit them and say, ദൈവം നിന്നെ അനുഗ്രഹിക്കും. God will bless you. എന്തിനാടാ ഡൗട്ട് അടിക്കുന്നേ? Why you have to doubt it? എന്റെ ദൈവം അനുഗ്രഹിക്കുവാടാ. My God will certainly bless you. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. My God will definitely നിങ്ങൾ bless എഴുതി വെച്ചോ ഇന്നത്തെ ഈ വാക്ക്. Write it down. My God will bless നമ്മുടെ you. വണ്ടി നമ്മുടെ ചർച്ചിലെ കാർ പാർക്കിങ്ങിന് വേണ്ടി പോലും ഏക്കർ കണക്കിന് വസ്തുക്കൾ വേണ്ടി വരുന്ന ഒരു സീസൺ. A season will come when we need acres of land just for the car parking. വിശ്വസിക്കാൻ പറ്റുന്നവർ If you can വിശ്വസിക്കുക. believe it, believe it. എന്റെ ദൈവം കള്ളം പറയത്തില്ല. My God will not lie. കാര്യം ഇതിനകത്ത് സാക്രിഫിഷ്യലി കൊടുത്ത ആൾക്കാരെ എനിക്കറിയാം. Because I know people who have given sacrificially. ആ സാക്രിഫിഷ്യൽ ഗിവിംഗ് നടത്തിയ ഏറ്റവും ചെറിയ ആളൊരു വിധവയാണ്. And the person who gave that sacrifice, the least person was the widow. അബ്രഹാം മകനെ കൊടുത്തപ്പോൾ, Abraham gave his son. സ്വർഗ്ഗം മകനെ കൊടുത്തപ്പോൾ, When God gave his own son, ഒരു വിധവ എടുത്ത് 2 രൂപ കൊടുത്തു. a widow came and gave just 2 copper coins. ജമറട്ട 2 രൂപ. Just 2 copper coins. Sacrificial giving. Sacrificial giving. അത് തുകയുടെ വലിപ്പമല്ല. It's not about the quantity. നിന്റെ ഹൃദയത്തിന്റെ വലിപ്പമാണ്. It's about the size of your heart.
ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. പുതിയ നിയമത്തിന്റെ ഓഫറിംഗുകൾ വാങ്ങിക്കുമ്പോൾ ദൈവദാസന്മാർ ശ്രദ്ധിക്കുക. When you talk about the offering in the New Testament, men of God, listen ദൈവം to നമുക്ക് this. പൈസ തരും. God will give you money. പഴയ നിയമത്തിന്റെ ദശാംശം, വഴിപാട്, സ്തോത്ര കാഴ്ച, ഇതെല്ലാം ആലയത്തിന്റെ ചെലവിനും ലേവ്യരുടെ ആവശ്യത്തിനുമായിരുന്നു. All these tithes, offerings and first fruits were given for the Levites. പക്ഷെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ But the money that comes to you, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ല. it's not for our personal needs. മറക്കരുത്, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഗിവിംഗ് ഒന്നും പേഴ്സണൽ ആവശ്യത്തിനുള്ളതല്ല. New Testament giving is not for personal needs. എന്തിനാണത്? Then what is it for? ഇതിന്റെ മെയിൻ പർപ്പസ്, The main purpose, ആലയത്തിലെ ദൈനംദിന ചെലവ് നടക്കണം. the needs of the church. നമ്പർ 2, Number 2, സാധുക്കളെ സഹായിക്കണം. you must support the poor. നമ്പർ 3, Number 3, ഗ്രേറ്റ് കമ്മീഷൻ കംപ്ലീറ്റ് ചെയ്യണം. to complete the Great Commission, സുവിശേഷം അറിയിക്കുക. to spread the gospel. ഈ 3 കാര്യത്തിനാണ് പുതിയ നിയമത്തിന് ഫണ്ട് വേണ്ടത്. The funds that come in the New Testament are for these 3 purposes. നമ്മുടെ കയ്യിൽ വരുന്ന ഓരോ പൈസയും ഇതിനു വേണ്ടിയാണ്. Every amount that comes into your hand is for this. നമ്മുടെ കയ്യിൽ ഒരാൾ പൈസ തരുമ്പോൾ If someone gives into your hand some money, ചോദിക്കണം, you must ask them, ഇതെന്തിനുള്ളതാണ്? what is this for? സുവിശേഷ വേലയ്ക്കുള്ളതാണെന്ന് പറയുകയാണെങ്കിൽ If they tell it's for the work of the ministry, ഒരു കാരണവശാലും അത് തുടരരുത്. you mustn't touch it by any means. അത് ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റി You വെക്കുക. must set it apart for the work of the Lord. ഒരാൾ പൈസ തരുമ്പോൾ When someone gives you the money, ചോദിക്കുക, you must ask, ഇതെന്തിനുള്ളതാണ്? what is it for? അത് ആർക്കെങ്കിലും പുസ്തകമോ ബുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. It's to buy a book or something to support ഏതെങ്കിലും some child, പാവങ്ങൾക്ക് to വേണ്ടിയുള്ളതാണ്. give to the poor. പോക്കറ്റിൽ വെക്കരുത്, Don't put it in your pocket. മാറ്റി വെക്കുക. Set it aside. ചോദിക്കുക, Ask them, ഇതെന്തിനുള്ളതാണ്? what is this for? അത് പാസ്റ്ററുടെ പേഴ്സണൽ ആവശ്യത്തിന് For your needs, pastor, personal needs. പോക്കറ്റിൽ വെച്ചേക്കുക. Put it in your pocket. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? എന്റെ ശീലങ്ങൾ ഇതാണ്. These are my practices. ആമേൻ. Amen. അതുകൊണ്ട് തന്നെ So, നിങ്ങൾ ഇന്നു മുതൽ പൈസ കൊടുക്കുമ്പോൾ from today onwards, when you give money, ഒരു കവർ ഇവിടെയുണ്ട്. you must take a ആ cover. കവറിന് പുറത്ത് പർപ്പസ് എഴുതി കൊടുക്കുക. You must mention the purpose and then give. പർപ്പസ് എഴുതി കൊടുക്കുക. Write the purpose and then give. അത് ഇന്ന ആവശ്യത്തിന്. This is for this need. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. You can trust us അത് completely. വേറൊരു ആവശ്യത്തിന് We തൊടത്തില്ല. won't use it for anything else. അത് വേറൊരു ആവശ്യത്തിന് We തൊടത്തില്ല. will not touch it for any other purpose. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 8:9 വായിക്കുമ്പോൾ 2 Corinthians chapter 8 and verse 9. നമ്മുടെ ഗിവിംഗിന്റെ വേറൊരു നിലയിലെ പഠിപ്പിക്കൽ പൗലോസ് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുക. Paul is introducing a new type of giving. അത് വായിച്ച് മക്കളെടാ കമ്പിടും. Wait. 2 കൊരിന്ത്യർ 2 Corinthians 8:9. chapter ഞാൻ 8, ഡീൽ ചെയ്തോളാം, നിങ്ങൾ ആരും ഡീൽ ചെയ്യല്ലേ. verse 9. 2 കൊരിന്ത്യർ 8:9. ഓക്കെ, കവർ ഉണ്ടല്ലേ? ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, 2 കൊരിന്ത്യർ 8:9 പെട്ടെന്ന് എടുത്തേ. 2 കൊരിന്ത്യർ 8:9 പെട്ടെന്ന് എടുത്തേ. 2 Corinthians 8 verse 9.
അവന് 2 വരുന്നത് 8-8 അധ്യായം 9 അധ്യായം 8 അധ്യായത്തിന്റെ ആദ്യം 8 അധ്യായം 8-ന്റെ 9 അല്ല 8-9 Chapter 8 and chapter 9. സഹോദരന്മാരെ, മെക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് പറയുക. We want you to know about the grace that God gave the Macedonian churches. ആമേൻ. മെക്കദോന്യ സഭയ്ക്ക് ഒരു ഭയങ്കര ഗ്രേസ് കിട്ടി. Macedonian churches had a great grace from God. ഗിവിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രേസ് ആണ്. Giving is a grace. എന്താ ഗ്രേസ്? What is a grace? രണ്ടാം വാക്യം, Second verse. അവരുടെ ബാങ്കിൽ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു, അവരുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര പൈസ ഉണ്ടായിരുന്നു, അവരുടെ റിയൽ എസ്റ്റേറ്റിൽ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് അവർ ദശാംശം കൊടുത്ത് നല്ല പറഞ്ഞത്, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. It is not said that they gave out of their investments, their fixed deposits, the money they had in their bank, out of the most severe trial, their overflowing joy, their extreme poverty, welled up in rich generosity. എല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. Don't wait to give after everything. എല്ലാം കഴിഞ്ഞിട്ട് ദശാംശം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലൊന്നും കാണത്തില്ല. You won't have anything to give if you're trying to give your tithe. എല്ലാം After paying കഴിഞ്ഞിട്ട് everything else. ഹോണറേറിയം കൊടുക്കാൻ ഒന്നും കാണത്തില്ല. After paying all your other needs, you won't be able to have anything എല്ലാം for the കഴിഞ്ഞിട്ട് honorarium. ചർച്ച് ഫണ്ടിലേക്ക് മാറ്റി വെക്കാൻ ഒന്നും കാണത്തില്ല. After every other need, you won't be able to give to the church fund. അതൊരു ഗ്രേസ് ആണ്. It is a grace. ആ ഗ്രേസിന് 2 പ്രിൻസിപ്പിൾ ആണ് പൗലോസ് അവിടെ Paul പഠിപ്പിക്കുന്നത്. is mentioning, teaching 2 principles of ആ that grace. ഗ്രേസ് എനിക്കും ദൈവദാസനും കിട്ടണമെങ്കിൽ, If that grace has to be given to me and the pastor, ആ ഗിവിംഗിന്റെ റെവലേഷൻ കിട്ടണമെങ്കിൽ if they need to receive the revelation 2 of that കാര്യങ്ങൾ giving, മനസ്സിലാക്കണമെന്ന് പൗലോസ് പറയുന്നു. Paul says you must understand 2 things. 9-ാമത്തെ വാക്യം, ഇനി Ninth. 8-ന്റെ 9. 9th verse now. ഇതിന് ഈ റെവലേഷൻ മനസ്സിലാക്കണം. 9, You must understand this revelation. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്ന ഒരു ഗ്രേസ് നിനക്ക് പിടികിട്ടണം. You must understand the grace of the Lord Jesus Christ, that though he was rich, yet for your sakes he became poor, so that you through his poverty might become rich. എല്ലാം പിടികിട്ടുന്നു. നമ്മൾ ഈ വാക്യമൊക്കെ വളച്ചൊടിച്ച ഡാരി പ്രസംഗിച്ചേക്കുന്നു. We twist these verses and preach. ഇത് എന്തിനെ കുറിച്ച് പറയുന്ന സാധനം? But what is it talking about? ഗിവിങ്ങിനെ കുറിച്ച്. It's talking about giving. യേശു ആയിരുന്നോ സമ്പന്നൻ? മോൻസി ആയിരുന്നോ സമ്പന്നൻ? Was Jesus rich or was Monsi rich? എന്നിട്ട് എന്തിനാ യേശു ദരിദ്രനായി Then തീർന്നത്? why did Jesus become poor? മോൻസി സമ്പന്നനാകാൻ. In order to make Monsi rich. ഇപ്പൊ മോൻസി സമ്പന്നനായി. Now Monsi is rich. ഇനി മോൻസിയുടെ താഴെ കിടക്കുന്ന ഒരു ദരിദ്രനെ കാണുമ്പോൾ Now when Monsi sees a poor person, അവനെ സമ്പന്നനാക്കാൻ വേണ്ടി മോൻസി ദരിദ്രനാകണം. Monsi should become poor in order to make that poor person rich. എല്ലാരും പോയല്ലോടാ. അജോ പാസ്റ്ററെ മനസ്സിലായോ? അടുത്ത ആഴ്ച കൂടെ പ്രസംഗിക്കേണ്ടി വരും. നിർത്താം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് The second thing you must അടുത്ത understand. പ്രിൻസിപ്പിൾ, The second principle. 15-ാം വാക്യം. Verse 15. അത് പഴയ നിയമത്തിലുള്ള സാരിയാ. It's from the ഏറെ old- പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവനും കുറച്ചും. He who gathered much did not have too much. He who gathered little did not have too little. ഇതാ മന്നയുടെ പ്രിൻസിപ്പിൾ. This is the principle of the manna. നീ കൊടുക്കാതെ എല്ലാം കൂടെ വാങ്ങി വെച്ചാൽ If you try to hoard everything without giving, പുഴുവരിക്കും, വെട്ടുക്കിളി കൊണ്ട് ഉറുമ്പ് തിന്നും. the maggots will come, the worms will come, it will get infected. കൊടുത്താലും നിന്റെ സമയത്തിൽ ഒരു കുറവില്ലാതെ എന്റെ ദൈവം നിന്നെ But നടത്തും. if you give, you will never lack anything. God will make sure all your needs are ഈ met. 2 പ്രിൻസിപ്പിൾ മനസ്സിലാകാതെ ഒരാൾക്കും ഒരു സഭയ്ക്കും ഗിവ് ചെയ്യാൻ പറ്റത്തില്ല. A person cannot give without understanding these 2 principles. ഈ പ്രിൻസിപ്പിൾ ഞാൻ പഠിപ്പിക്കണമെങ്കിൽ അടുത്ത ഒരു 2 മണിക്കൂർ വേണം. സൺഡേ സ്കൂൾ ഉണ്ട്. I need 2 more hours to teach this principle. അല്ല, ഇവിടെ ഉണ്ടോ? Are you with me? ഞാൻ കൊടുത്ത പൈസ മാറ്റി വെച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും നേടാൻ പറ്റത്തില്ല. കൊടുത്ത പൈസ, The money that I gave, if I had tried to hold it and keep, I wouldn't have anything today. അങ്ങനെ കൊടുക്കാതെ, ഞാൻ അടുത്ത പറഞ്ഞു, കൊടുക്കാതെ ശുഭേ, അങ്ങനെ കൊടുക്കാതെ നീ മാറ്റി വെച്ച് സമ്പാദിച്ച് എന്തെങ്കിലും സാധനം ഉണ്ടോ? ടിപ്പ് കൊടുക്കാതെ,
10 ഏക്കർ വസ്തു പാസ്റ്ററെ ഞാൻ ദശാംശം കൊടുക്കാതെ വാങ്ങിച്ചത് ഉണ്ടോ? അങ്ങനെയില്ലേ മോളെ? ഞാൻ ഈ സെക്യൂരിറ്റി പണിക്ക് നിന്നിട്ടുള്ള ആളാണ്. I am a person who stood as a security staff. സുവിശേഷ വേലയ്ക്ക് വരുന്നിട്ട് 3-4 മാസം അങ്ങനെ സ്ട്രഗിൾ ചെയ്തു. 3-4 months before I came to the work of the Lord, I struggled like this. കൊച്ചിയിലായിരുന്നു. It was in Kochi. വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി നിന്നതാ. I ran away from home actually. സെക്യൂരിറ്റി പണിക്ക് നിന്നു. I stood as a security staff. 1300 രൂപയാ സാലറി. 1,300 was my salary. പന്തളത്ത് മമ്മിയൊന്നും കേട്ടിട്ടില്ലല്ലോ. സ്വതം കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അന്ന് ടിപ്പ് തരും. That time they would give us tip. ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ ടിപ്പ് തരും. When I opened the gate, they would give me a tip. 20 രൂപ, 30 രൂപ, 20 rupees, 30 rupees, 50 രൂപ, 50 rupees. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ എവിടെങ്കിലും പോയ ആൾക്കാർക്ക് ടിപ്പ് കൊടുക്കും. That is why wherever I go, I also give tip. നിങ്ങൾ ആരും ചെയ്യരുത് പ്ലീസ്. Don't do what I did. അതുകൊണ്ട് ഒരു ചായ കൂടെ കുടിക്കാമല്ലോ. Oh, you think I can drink one more tea with this money that I have? ഞാൻ ഈ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള ആളാണ്. I am a person who has experienced ഞാൻ poverty. ഇല്ലായ്മ കണ്ടിട്ടുള്ള ആളാണ്. I have seen lack. ഞാൻ സാമ്പത്തിക ഞെരുക്കം കണ്ടിട്ടുള്ള ആളാണ്. I have seen financial struggles. ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ Say പറയാം. hallelujah. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവം? ഇതിന് എല്ലാവരും ഒന്ന് വായിക്കണം. ഇതങ്ങ് ചുമ്മാ വായിച്ചങ്ങ് വിടാം. ഇത് പ്രസംഗിക്കണം അടുത്ത ആഴ്ച നോക്കട്ടെ. ഒക്കുവോക്കിൽ അടുത്ത ആഴ്ച പറയാം. നിങ്ങൾ അല്ലെങ്കിൽ 8-9 Chapter 8, chapter 9. രേവതി 1 കൊരിന്ത്യർ 8-9 2 Corinthians. 2 Corinthians. ഒരു നോട്ട് എഴുതി തരണേ. സൂപ്പർ നോട്ട്, ഗിവിങ്ങിനെ കുറിച്ചുള്ള നോട്ട്. രേവതിയോട് പറഞ്ഞ കാര്യം നടക്കും. പ്രീതേ ഒരു നോട്ട് എഴുതി തരണേ. ഓക്കെ, സ്വതന്ത്രം. ആമേ. ശ്രദ്ധിച്ചേ, ഒന്ന് വായിച്ചങ്ങ് വിട്ടെ. ഒന്ന് വായിച്ചങ്ങ് വിട്ടേടാ. ഒന്ന് വായിച്ചങ്ങ് വിട്ടെ. 1 കൊരിന്ത്യർ 8 പെട്ടെന്ന്. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ട് അവരുടെ ഔദാര്യ സമർത്ഥയും മഹാദാരിദ്ര്യവും നിമിത്തം ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അടുത്തത്, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. They urgently pleaded with us for the privilege of sharing in the service of the saints. അവർ ഇങ്ങോട്ട് പറയുക. They are actually telling us, യെരൂശലേമിലെ സഭയ്ക്ക് കൊടുക്കണ്ടേ? shouldn't we give to the Jerusalem church? അവിടുത്തെ പത്രോസിന് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? How is Peter's needs being met നമുക്കൊരു there? ഫണ്ട് അയച്ചു കൊടുക്കണ്ടേ? Should we send a fund there? ഇതാ ചർച്ച്. This is the church. എങ്ങനെ ഈ ചർച്ചിന് ഗ്രേസ് കിട്ടിയേ? How did the church get the grace? അവർക്ക് കിട്ടിയ ഗ്രേസ് എന്തായിരുന്നു? What was the grace they received? സമ്പന്നനായ യേശു ഞങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ഗ്രേസിന്റെ റെവലേഷൻ അവർക്ക് പിടികിട്ടിയപ്പോൾ അവരുടെ സമ്പത്ത് ദരിദ്രർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള ഗ്രേസ് അവർക്ക് ലഭിച്ചു. When they understood the grace of the Lord Jesus Christ, that though he was rich, he became poor, so that they through his poverty might become rich. When they understood that grace, they received the grace to make others rich. അത് കിട്ടാത്തവരോ? But those who don't have that revelation, those who don't understand this grace, കൂട്ടി വെക്കും. they try to hold everything. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ആഴ്ച മുതൽ വലിയ ബക്കറ്റ് വേണ്ടി വരും. സ്വത്രം. ഇനി കൊടുക്കുന്ന എങ്ങനാ? ഞങ്ങളോട് അപേക്ഷിച്ചു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. I testify they gave as much as they were able and even beyond their ability. ഇനി എങ്ങനെ പുതിയ നിയമത്തിൽ കൊടുക്കേണ്ടത്? So how should you give in the New ഈ Testament? വാക്യം എല്ലാവരും പറ. Based on this verse. പറ, കേട്ടില്ല. ബാസിയേട്ട എങ്ങനാ? Give as much as you're able. പ്രാപ്തി പോലെ അല്ലേ? As much as you're able. ഇപ്പം ബോസിന്റെ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് ബോസിനും ദൈവത്തിനും മാത്രമേ അറിയൂ. Only Boaz knows how much money he has, but it's between him and God. ലോകത്തിൽ വേറെ ആർക്കെങ്കിലും അറിയോ? No one in the world knows. ചിലപ്പോൾ ഭാര്യയ്ക്ക് അറിയാം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. Maybe your wife will know if you're married. ചില ഭർത്താക്കന്മാരുടെ പൈസ ഭാര്യയ്ക്ക് അറിയത്തില്ല, ചില ഭാര്യമാരുടെ പൈസ ഭർത്താക്കന്മാർക്കും അറിയാം. Some husbands don't know what their wives have and vice versa. അങ്ങനല്ല, രണ്ടുപേരും കൂടെ ഒരു അക്കൗണ്ട് മതി. No, both of them should have one account. അതൊരു നല്ല ശീലമാണ്. That is a good practice. കഴിഞ്ഞ ദിവസം ഒരു രാജ്യത്തിൽ ചെന്നപ്പോൾ എന്നോട് ഭർത്താവ് പറയാണ്, ഇവളുടെ എത്ര ബാങ്കിൽ എത്ര രൂപയുണ്ടെന്ന് പോലും എനിക്കറിയാം. ഞാൻ ചോദിച്ചു, വേറെ അവൾക്ക് കെട്ടിച്ച് പോകാൻ പറ്റില്ല പ്ലാൻ കാണുമെന്ന് പറഞ്ഞു. കെട്ടിപ്പോകാൻ പറ്റില്ല പ്ലാൻ കാണുമെന്ന് പറഞ്ഞു.
ഭർത്താവ് അറിയാത്ത പൈസ നിനക്കല്ല. ചിട്ടി, പാട്ടം, ഇതെല്ലാം ഭർത്താവ് പറഞ്ഞിട്ട് മതി. നമ്മുടെ ചർച്ചയിൽ വന്ന ഏറ്റവും അധികം ദരിദ്രം പിടിച്ച ആൾക്കാരുടെ എല്ലാം കാര്യം എന്തറിയോ? ഭർത്താക്കന്മാർ അറിയാതെ കടം കൊടുത്തതാ. പറയണ മോനെ, ശുഭയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? The wives in our church, they became poor because they gave money as loan without their husbands knowing. ഇല്ല, നിങ്ങളുടെ കാര്യമല്ല. എന്തിനാ കയ്യെ പൊക്കുന്നത്? നിങ്ങളുടെ കാര്യമല്ല. ഭർത്താവ് അറിയാതെ പൈസ കൊടുത്തു. Giving money without the husband knowing about it. എടി, ആ വളയെ ദൂരത്താടി, മോടെ കല്യാണത്തിനാടി. Oh, remove that bangle, it's for my daughter's wedding. ആ വള ആര് കൊണ്ട് തന്നതാ? Who gave you that bangle? ഭർത്താവ് തന്നതല്ലേ? It was your husband who gave you. ആട് കടന്നിടത്ത് ആടിന്റെ പൂട പോലുമില്ല. ഭർത്താവ് ചോദിച്ചു വള എന്ത് ചെയ്യാ? Husband asked, where's the bangle? വസ്തു ഇങ്ങനെ കൊടുത്തുന്ന ആൾക്കാർ, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുക. വസ്തു കൊടുത്തു. There are people who give their property like this. ഒരു പെങ്ങള്, One sister, അവൾക്ക് 2 നില വീടുണ്ട്. she has a 2-story house. എന്നാൽ ഒരു പാവപ്പെട്ടവനുടെ മോളെ കെട്ടിക്കാൻ ആ വസ്തു ഒന്ന് ലോൺ വെക്കടാ. But to marry my daughter, she's telling the poor person, loan me your house. അവൾക്ക് വസ്തു ഉണ്ട്, വീടുണ്ട്. She has a house, പക്ഷേ she has ആങ്ങളുടെ വസ്തു land. എടുത്ത് ലോൺ വെപ്പിച്ചു. But she's taking her brother's house and land. പെങ്ങളുടെ അടുത്ത് വീടും വെച്ചു. പെങ്ങളുടെ മോൾക്ക് ജോലിയും കിട്ടി. ആങ്ങളുടെ വസ്തു ജപ്തിയായും പോയി. And the sister, her daughter got married, got a house. The brother, he lost what he had. ബൈബിൾ പറയുന്നു, കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കരുത്. Don't stand as security for your neighbor, for your friend. That's what the Bible says. ലോകത്തിൽ ഒരുത്തിനു വേണ്ടി ജാമ്യം നിൽക്കരുത്. Don't stand as security for anyone. ഇങ്ങനെയൊക്കെ ദാരിദ്ര്യം വന്നേ. This is how poverty comes. നമ്മുടെ ഈ ടാസ്ക് എന്താണെന്നറിയോ? Do you know what is our task? അരിയട്ടോ, ഇനി അവിടുന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്ന് ഈ ചോർച്ചയെല്ലാം അടയ്ക്കണം. ഈ കുപ്പിയുടെ മോനെ, We have to close all the leaking. എത്ര ഒഴിച്ചാലും ചോർന്നു പോകുന്ന കുപ്പിയാ ഇതുങ്ങളെയൊക്കെ. All these people are like bottles which have holes. എല്ലാം ചോർച്ചയാ. It's all holes. ഇനി ചർച്ചിന്റെ ആദ്യത്തെ പരിപാടി ഇതിന്റെ ചോർച്ച അടയ്ക്കണം. The first duty of the church is to close the holes. ചോർച്ച അടച്ചിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. We have to close the holes and then fill it. ഇത് കുഞ്ഞുകളിയല്ല. This is not child's ഇത് play. ഭയങ്കര ടാസ്ക് ആണ്. It's a big task. ചോർച്ച അടയ്ക്കാനുള്ള പരിപാടിയാ. We are trying to close the holes. വെട്ടുക്കിളി കേറാതിരിക്കാനുള്ള പരിപാടി ചെയ്തോണം. You must do everything to prevent the devourer, the locust from coming. Are you following? ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. Say hallelujah. ലിസിയന്റെ എങ്ങനെ കൊടുക്കുന്നേ? So how is Lysander giving? പ്രാപ്തി പോലെ. How should we give? പ്രാപ്തിക്ക് According to മീതെയും സ്വമേധയായി കൊടുത്തു. entirely on their own. They gave as much as they were able and even beyond their ability. വേണേ ആ വസ്തുവിന്റെ കാർഡ് എന്ത് ചെയ്യാ? എടുത്തോളൂ. ഓടിക്കോളൂ. പ്രാപ്തിക്ക് താരെ ആരും പറയണ്ട. Below your ability, no one, but according to your ability. According to my ability, Pastor. You only know your ability. Maybe 10 rupees, that's all you have. Some beyond their ability. I know people who gave beyond their ability. Why? I know how to be in poverty. But I'm telling you a way so that something may be credited to your account. അടുത്ത ആഴ്ച നമുക്ക് ഡെലിവറൻസ്, ഹീലിംഗ് എല്ലാം ഉണ്ട്. പക്ഷെ ഇത് പറയാതെ എങ്ങനെ പോകുന്നേ? അടുത്ത വാക്യം Next verse. ബാക്കി പറഞ്ഞ ചക്രേ, അത് ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. ഒന്ന് കർത്താവിന്, രണ്ട് ഞങ്ങൾക്ക്. First they gave to the Lord, then in keeping with God's will they gave to us. ധർമ്മശേഖരത്തിന് പറയാം, കർത്താവിന് അവർക്ക് വേണ്ടി കൊടുത്തു. They gave for the work of the Lord. രണ്ടാമതൊരു കവർ എന്നിട്ട് പറയാനേ. And secondly they're giving a cover and പത്രോസിന് കൊടുക്കണം. give this to Peter. ഇത് പോകുന്ന വഴിക്ക് വഴിച്ചെലവിനെ. And this is for the expense on the way. വണ്ടിക്ക് ഡീസൽ അടിക്കാൻ. You to put diesel in the vehicle. അങ്ങനൊന്നും ചെയ്യരുതേ, പ്ലീസ്. Don't do like this.
ചിലപ്പം കാർ പാർക്കിങ്ങിന് പെട്ടെന്ന് വസ്തു വാങ്ങിക്കേണ്ടി വന്നാ എന്തോ ചെയ്യും? You have to buy a land for the car park. സ്വോത്രം. ഒരു ഹല്ലേലൂയ പറ. Hallelujah. ഇങ്ങനെയൊക്കെ തരുന്ന ആൾക്കാർ ഈ ചർച്ചനകത്തുണ്ട്. There are people who give like this in this church. പാസ്റ്റർ ഇത് ദശാംശം കേട്ടോ. Pastor, this is the tithe. ഇത് പാസ്റ്ററുടെ പേഴ്സണൽ ആവശ്യം. Pastor, this is for your personal need. നോർത്ത് ഇന്ത്യക്ക് പോകാനുള്ള വണ്ടിക്കൂലി. This is the travel fare for the North ഞാൻ Indian. എപ്പോഴും പറയുന്നു, നിങ്ങളുടെ പാസ്റ്റർ ആയിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. I always say I'm honored to be your pastor. ആമേൻ. Amen. 8-9 വായിക്കുമ്പോൾ When we reach chapter 8 and നിങ്ങൾക്ക് chapter 9, അതിന്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റും ഗിവിംഗിന്റെ. you can see a beauty of giving there. ഇനി അങ്ങനെ കൊടുത്താൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ കൊടുത്താൽ എന്ത് കിട്ടും? Now what will happen if you give like that in the New 9-ാം Testament? അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. Chapter 9 and verse 10. 9-ന്റെ 5 മുതലൂടെ വായിച്ച് നമുക്ക് താഴോട്ട് വരാം. 9 verse 5 onwards. 9-ന്റെ 5. ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം കേട്ടില്ല. സഹോദരന്മാരുടെ ഭാഗത്ത് വാ തുറന്നില്ല. നേരത്തെ പറഞ്ഞത് പിശുക്കായിട്ടല്ല, പിന്നെ അനുഗ്രഹം പിശുക്കായിട്ടല്ല, അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം മുൻകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി. So I thought it necessary to urge the brothers to visit you in advance, finish the arrangements for the generous gift you had promised. Then it will be ready as a generous gift, not as one grudgingly given. മുൻകൂട്ടി ഒരുക്കി വെക്കുക. Prepare in advance, arrange and keep it in advance. നിങ്ങൾ ഒരുക്കി വെക്കണ്ട. You don't have to keep it. പക്ഷെ ഒരുക്കി വെക്കുന്നവർ ഈ ചർച്ചിൽ വേറൊരു റേഞ്ചിൽ But അനുഗ്രഹിക്കും. those who arrange and keep it in advance, they will be blessed in another level. അസൂയപ്പെട്ടിട്ട് പിന്നെ ഒരു കാര്യമില്ല. There's no point in getting jealous of ഇനി them. താഴേക്ക് വായിക്കുമ്പോൾ, Now read down. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി Those who കൊയ്യും, sow sparingly will reap sparingly. ധാരാളമായി വിതയ്ക്കുന്നവൻ Those who sow generously ധാരാളമായി will കൊയ്യും reap generously. എന്ന് ഓർത്തുകൊള്ളുവീൻ. But remember അവനവൻ this. ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. Each man should give what he has decided in his heart to give. ദശാംശമല്ല, It's not about the tithe. പിന്നെന്താ? Then what? പറഞ്ഞ ഹൃദയത്തിൽ What you have decided in your നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. heart, what you have decided in your heart to give. അടുത്തത് സങ്കടത്തോടെ, Not reluctantly. പിന്നെ ഡാൻസ് ചെയ്തിട്ട്, ആമേൻ, നൃത്തത്തോടെ, സന്തോഷത്തോടെ, Amen. Hallelujah. With dancing, with joy. പിന്നെ നിർബന്ധത്താൽ, Not under compulsion. പാസ്റ്റർ നിർബന്ധിച്ച് ഇങ്ങേരുടെ സ്വോത്ര കാഴ്ചയുടെ പ്രസംഗം പ്ലീസ് കൊടുക്കരുത്. അത് നിനക്കും ഗുണം ചെയ്യത്തില്ല, എനിക്കും ഗുണം ചെയ്യത്തില്ല. If you give under compulsion, it will not be good for you or for me. പിന്നെ അടുത്ത ഉറക്കെ പറ. കേട്ടില്ല, ഇവരാരും പറയുന്നില്ല. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം God loves a cheerful ദൈവം giver. സ്നേഹിക്കുന്നു. 8-ാം വാക്യം വായിരടാ മോനെ, പെട്ടെന്ന് വായിരടാ, എടുക്കടാ. ഞങ്ങൾ സകലത്തിലും ഇപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഇതെല്ലാം ദൈവം സഹായിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് പെട്ടെന്ന് വായിച്ചു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. 10-ാം വാക്യം. എന്നാൽ ഇനിയാണ് പുതിയ നിയമത്തിന്റെ അനുഗ്രഹം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കും. പറഞ്ഞേ കൊടുത്താൽ നിന്റെ വിത്തിനെയും പൊലിപ്പിക്കും. അയ്യോ മിണ്ടിയില്ല, പൊലിപ്പിക്കും. ഉറക്കെ പറഞ്ഞേ, പൊലിപ്പിക്കും. അടുത്തത് വിളവ് വർദ്ധിപ്പിക്കും. നിങ്ങൾ കേട്ടില്ലല്ലേ? പറഞ്ഞേ, പൊലിപ്പിക്കും, വിളവ് വർദ്ധിപ്പിക്കും. അടുത്തത് ഇനിയ രസകരമായ കാര്യം, ഇങ്ങനെ ദൈവത്തിന് നിങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഒരു ഔദാര്യം കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. You will be made rich in every way so that you can be generous on every occasion.
And your generosity will result in thanksgiving to ദശാംശത്തിന്റെ God. അനുഗ്രഹം ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. അവൻ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും. പിന്നെ തീർന്നില്ല. അവൻ വെട്ടുക്കിളിയെ ശാസിക്കും. തീർന്നില്ല. എല്ലാത്തിലും അനുഗ്രഹിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഭൗതിക വിഷയത്തിൽ മാത്രമല്ല, സകലത്തിലും നീ സമ്പന്നനാകും. ആമേൻ. ന്യൂ ടെസ്റ്റ്മെന്റിൽ എന്ന് പറഞ്ഞ സകലത്തിലും നീ In സമ്പന്നനാകും. New Testament, if you give, you will be made rich in every way. The Old Testament, there were only 4 blessings for the tithe. പിന്നെ ദൈവത്തിന് കൂടെ കൂടെ സ്തോത്രം കിട്ടും. God will give, God will receive thanksgiving. Amen. സ്തോത്രം. എന്താ ജോർജ? ഞാൻ പറയടാ, ആ BBS ൽ നിന്നുള്ള പൈസ ഇല്ലേ, അത് ഞാൻ അങ്ങോട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു മിലിയന്മാരെ തന്നതാ. അപ്പോൾ വാങ്ങിച്ചോ പറഞ്ഞു സ്തോത്രം. കൊടുത്തോ പറഞ്ഞു. ഈ സ്തോത്രം ആർക്കാ പോയെന്നറിയോ? നിങ്ങളുടെ ഗിവിംഗിൽ കൂടെ ദൈവത്തിന് കൂടെ കൂടെ സ്തോത്രം കിട്ടും. Through your giving, God is receiving thanksgiving. ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസിൽ നിന്ന് മാറ്റി വെച്ചൊരു സംഭവം കൊണ്ട് തന്നില്ലേ? അപ്പൊ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു ആര് തന്നോ? ജോർജാൻ. സ്തോത്രം. ചില കുടുംബങ്ങളെ ഓർക്കുമ്പോൾ പൗലോസ് പറയുന്നു കൂടെ കൂടെ സ്തോത്രം വരുന്നു. We remember some families, Paul is saying on their behalf, we're giving thanks to God. BBS നടത്താൻ നീ കുറച്ച് പൈസ എവിടുന്നോ കൊണ്ടുവന്നില്ലേ? അതാരാ തന്നെന്ന് പോലും എനിക്കറിയത്തില്ലല്ലോ. അവരെ ഓർത്ത് സ്തോത്രം. Giving thanks for those who give. Wow. നിന്റെ പേരിൽ കൂടെ കൂടെ ദൂതന്മാർ സ്വർഗ്ഗത്തിൽ പോയി സ്തോത്രം. Angels are going on your behalf and giving thanks നിന്റെ to പേരിൽ God. കൂടെ കൂടെ സ്വർഗ്ഗത്തിൽ 2-3 സ്തോത്രം. In your name, 2-3 thanksgiving ഓരോ ഞായറാഴ്ചയിലും every Sunday. നിങ്ങളുടെ കവറുകൾ നോക്കുമ്പോൾ രേവതി സ്തോത്രം, സുനിത സ്തോത്രം, ഹരിയേട്ടൻ സ്തോത്രം. Thanksgiving in your name. ലിജി സ്തോത്രം, വാസിജേട്ടൻ സ്തോത്രം. ഈ റേഞ്ച് എന്ന് നമുക്ക് മനസ്സിലാകുമോ? When we understand this range, അന്ന് നീ അനുഗ്രഹം അനുഭവിച്ചു പാട് വരും. that you will reach a place where you get fed up of being blessed. ഒത്തിരി കാര്യം പറയണം, നിർത്തുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്ത ആഴ്ച കൊണ്ട് അമ്മ ഞാൻ finish ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച നടന്നില്ല. അടുത്ത ആഴ്ച പ്രാർത്ഥിക്കാം. ഇന്നത്തെ സ്തോത്ര കാഴ്ച സ്വർഗം നോക്കി ഒരു സ്തോത്രം പറയുന്ന മക്കളെ, അത് എമൗണ്ട് അല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എമൗണ്ട് അല്ല. It's not about the amount you're giving. ഒരിക്കലും തെറ്റിദ്ധരിക്കുക. എമൗണ്ട് അല്ല. Please don't misunderstand. It's not about ഇവിടെ the 2 amount. കാശിനെ നോക്കിയിട്ട് സ്തോത്രം പറഞ്ഞു. The Lord looked at the 2 copper coins of the widow and gave thanks. പ്രാർത്ഥിക്കാം. Let's pray. കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ. ആ കാര്യം വിട്ടുപോയി. 15 പ്രിയപ്പെട്ടവർ നമ്മൾ പുതുതായിട്ട് സ്നാനപ്പെട്ടു. 15 dear ones got baptized. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അവരോട് കൂടെ ഒരു കർത്താവിന്റെ How മേശയിൽ? many of you desire to celebrate the Lord's table with them? എനിക്ക് എപ്പോഴും സങ്കടമുള്ള കാര്യമായിരുന്നു. I was always sad about കർത്തൃമേശ this. എടുക്കുമ്പോൾ ഒത്തിരി പേർ ഇരിക്കും. When we take the Lord's table, many are seated. അടുത്ത തവണ നിങ്ങളെ കൂടെ എഴുന്നേൽപ്പിക്കും. But next time I want to make you all stand as well. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ച് നിന്റെ അടുക്കൽ വന്നത് അതൊരു ഗ്രേസ് ആണ്. അതുകൊണ്ടാണ് നീ സമ്പന്നനായത്. നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി ഇച്ചിറ ഞെരുങ്ങിയിട്ടാണെങ്കിലും മറ്റുള്ളവരെ നമുക്ക് സമ്പന്നരാക്കണം. ആമേൻ. കാര്യം ദൈവരാജ്യത്തിന്റെ പൈസ നീ ഉണ്ടാക്കിയതല്ല, ദൈവം നിനക്ക് തന്നതാണ്. The money in the kingdom of God is not something you labor to get. ആ It's something പ്രിൻസിപ്പിൾ God gave you. ജോർജ്, പഴയ നിയമത്തിലെ കാര്യം എന്തോന്ന് ഞാൻ പറയാം. പഴയ നിയമത്തിലെ കാര്യം ഞാൻ പറയാം.
നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ഞാൻ ശക്തി തരും. God will give you the ability to create wealth. പക്ഷേ ന്യൂ ടെസ്റ്റ്മെന്റിൽ അങ്ങനല്ല. That's not how it's in the New സമ്പത്ത് ഉണ്ടാക്കാൻ Testament. ശക്തി തരികയല്ല. He doesn't give you the ability for that. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുക. The principle of the kingdom is സമ്പത്ത് this. ദൈവം തരും ആദ്യമേ. He will give you wealth first. ഒരുവൻ 5 താലന്ത്, 5 talents. ഒരുവന് 2 താലന്ത്, For another person 2 ഞാൻ talents. മനോഹരമായ ഒരു ദേശത്ത് ഒരു മുന്തിരിച്ചക്കും ആമേൻ തോട്ടവും നട്ടുണ്ടാക്കിയിട്ട് എന്റെതിനകത്ത് ഞാൻ നിന്നെ ആക്കി വെക്കും. And I will appoint you in the vineyard that I have planted, in that watchtower that I have planted. നീ ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ല. You didn't make anything എല്ലാം and ദൈവം come. നിനക്ക് Everything തന്നതാണ്. God gave you. എല്ലാം ദൈവം നിനക്ക് God തന്നതാണ്. gave you everything. എന്നിട്ട് ദൈവം പറയുന്നത് തന്നതിൽ And വിശ്വസ്തനായിരിക്കുക. then he says, be faithful in what I've given you. നിന്റെ വിദ്യാഭ്യാസം ദൈവം തന്നതാ. The education you have, God has നിന്റെ given you. തലമുറയെ ദൈവം തന്നതാ. God gave you your children. നിന്റെ ആരോഗ്യം ദൈവം God തന്നതാ. gave you your health.